ഈ കോൺഫറൻസ് ഈ വിധത്തിൽ അലങ്കോലമാക്കി നശിപ്പിക്കാൻ, തന്റെ സ്ഥാനത്ത് കുറച്ച് ദിവസമെങ്കിൽ അത്രയും ദിവസം കൂടെ കടിച്ചു തൂങ്ങാൻ പാസ്റ്റർ പോൾ തങ്കയെ എടുത്ത അടവും അദ്ദേഹത്തിന്റെ അനുയായികൾ കൊടുത്ത പിന്തുണയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കോർട്ടിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അകത്ത് നൽകിയത് എന്നൊക്കെ പറയണത് വളരെ അസഭ്യമായിട്ടുള്ള കാര്യമാണ്, പച്ചക്കള്ളമാണ്. അങ്ങനെ ആ ഡിസ്ട്രിക്റ്റിന്റെ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ വിമത ഗ്രൂപ്പോ AGI കോൺഫറൻസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേ ഓർഡർ മേടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കോർട്ട് ഓർഡർ ഉണ്ടാക്കുകയോ 100% ഉണ്ടായിട്ടില്ല. നല്ല നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിരിക്കുന്ന ജനത്തെ മനസ്സ് മടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തികളെ ദൈവം തന്നെ വിധിച്ച് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള വളരെ നല്ല പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരുമായിരിക്കുന്നത്. ചെയർമാൻ ആയി കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഭഗത് സ്നാനം ഒന്നും നടത്തിയിട്ടില്ലല്ലോ. ഇല്ല, പച്ചവെള്ളം വീഞ്ഞാക്കി അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ തുടങ്ങുന്ന പല അദ്ദേഹം ചെയ്യാണ്. പിന്നീട് ഭഗത് സ്നാനം നടത്തിയിട്ടില്ല. കർത്താവും ചെയ്തിട്ടുള്ള കാര്യമല്ലേ, അതല്ലേ ചെയ്ത പുള്ളി. കർത്താവ് ചെയ്ത് കുപ്പിയിലെ വെള്ളം പച്ചവെള്ളം വീഞ്ഞാക്കിയായിരുന്നില്ലല്ലോ സാറേ. അല്ല, കുപ്പിയിലോ പാത്രത്തിലോ എന്തുവാട്ടെ, കർത്താവ് ചെയ്തൊരു കാര്യം പുള്ളി ചെയ്തതിനെ നിങ്ങൾ ദുരുപദേശമായിട്ട് പറയുന്നത് എങ്ങനെയാ? കർത്താവ് പോക്സോ കേസിലെ പ്രതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അല്ല, പോക്സോ കേസിലെ പ്രതി ആകണ്ട, പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റമില്ലാത്തവൻ കല്ലെറിയട്ടെന്ന് പറഞ്ഞ് സംരക്ഷിച്ച ഒരു കർത്താവിന്റെ ശിഷ്യന്മാരെ നമ്മള്. അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു കേസ് വന്നെന്ന് വിചാരിച്ച് അയാൾ കുറ്റവാളിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. കേസ് വന്നു, ആ കേസിൽ വിധി വന്നിട്ടില്ല. അയാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? ഒരു നേതൃസ്ഥാനത്തിരുന്ന ഒരാൾ ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കലാണ്. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡുമായി ബന്ധപ്പെട്ട അവരുടെ ജനറൽ കോൺഫറൻസ് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആയിരിക്കുന്ന റവറൻഡ് പോൾ തങ്കയെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഡിസ്ട്രിക്റ്റായ സെൻട്രൽ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില പാസ്റ്റർ രവി മണി ഉൾപ്പെടെ ആ കോൺഫറൻസിൽ നടന്നത് എന്താണെന്ന് അവരുടെ ഭാഗം വിശദീകരിച്ചിരുന്നു. ആ വീഡിയോ ധാരാളം ആളുകൾ കണ്ടു. നിരവധി കമന്റുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായി. ആ കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും എന്തിനാണ് സഭയുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നത്, അത് മോശമല്ലേ എന്നുള്ള നിലയിലുള്ള കമന്റുകളായിരുന്നു. എന്റെ കേൾവിക്കാരോട്, പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളാണ് ഇവിടുത്തെ സഭകളെല്ലാം തന്നെ. ചില സഭകളിൽ അംഗങ്ങൾ കൂടുതലുണ്ട്, ചില സഭകളിൽ അംഗങ്ങൾ കുറവാണ്, ചില സഭകൾക്ക് ആയിരക്കണക്കിന് സഭകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും അവസ്ഥ. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതികളാണ് ഈ സൊസൈറ്റികളെ എല്ലാം ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങളാകുന്ന ഈ സഭകളിലെല്ലാം നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വപരമായ കാര്യങ്ങൾ, ഉപദേശപരമായ കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഹല്ലേലൂയ ന്യൂസിന്റെ നിലപാട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ ന്യൂസിൽ പബ്ലിഷ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് ജനങ്ങൾ അറിയുന്നു. സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ ഇത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ മറച്ചു വെക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അതിന്റെ ന്യായാന്യായങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അതിന്റെ സത്യം, ഇത് അറിയുവാൻ സഭാംഗങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കുന്നത്, അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ ആ നിലയിൽ ഏറ്റവും സത്യസന്ധമായി, ബയസ്ഡ് അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ മാത്രം കാര്യങ്ങൾ പറയാതെ കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ ന്യൂസ് ചെയ്യുന്നത്. ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ സമകാലികമായ സംഭവങ്ങളെ വിശദീകരിക്കുകയും അനലൈസ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായി തന്നെ അത് കണക്കാക്കുകയും പ്രേക്ഷകർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു വിഭാഗത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം സംഭവിച്ചത്.
അല്ലെങ്കിൽ ഇത് പരസ്യമാക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ അതിന്റെ ലീഡേഴ്സുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ ബോഡി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതിൽ ഇരു ഭാഗവുമായി ബന്ധപ്പെട്ടതുമുണ്ട്. ഹല്ലേലൂയയിൽ ഒരു ഭാഗത്തിന്റെ വിശദീകരണങ്ങൾ നൽകിയ അന്ന് തന്നെ മറുഭാഗവും തങ്ങളുടെ വിശദീകരണങ്ങൾ നൽകുവാൻ ഒരു അവസരം നൽകണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതനുസരിച്ച് അവർ കഴിഞ്ഞ ദിവസം ബന്ധപ്പെടുകയും സൂമിലൂടെ ആ കാര്യങ്ങൾ അവർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന ആ മീറ്റിംഗ്, സൂം മീറ്റിംഗ് പൂർണ്ണമായി തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ പബ്ലിഷ് ചെയ്യുന്നു. നിങ്ങൾ കാണുക, വിശദീകരണങ്ങൾ കേൾക്കുക. എനിക്ക് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങൾ ഇതിന്റെ അവസാന ഭാഗത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ അതിന് വിശദീകരണങ്ങൾ നൽകുന്നുമുണ്ട്. ഏതായാലും അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുവാൻ വിശ്വാസ സമൂഹത്തിന് ഇതുമൂലം സാധിക്കുമെന്ന് കരുതുന്നു. ആ വിശദീകരണങ്ങൾ കാണുക. അടിസ്ഥാനപരമായ ചോദ്യം ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ പറയേണ്ട കാര്യമാണ്. എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഇത് എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. എന്നാൽ നിങ്ങൾ വിശദീകരണങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് പറയുവാനുള്ള അവസരമാണ്. ആര് ആദ്യം പറയും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പാസ്റ്റർ പി കെ ജോസ്, മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ട്രഷററാണ്. കഴിഞ്ഞ 10-ാം തീയതി നടന്ന ഓൾ ഇന്ത്യ കോൺഫറൻസുമായി ബന്ധപ്പെട്ട്, കോൺഫറൻസ് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അതിന് കുറച്ച് ന്യായീകരണമായി സോഷ്യൽ മീഡിയയിൽ പാസ്റ്റർ രവിമണിയുടെ നേതൃത്വത്തിൽ ഒരു വിശദീകരണം നൽകുകയുണ്ടായി. ആ വിശദീകരണത്തിൽ അവാസ്തവമായിട്ടുള്ള പല കാര്യങ്ങൾ, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല കാര്യങ്ങളും ആ വീഡിയോയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത് പൊതുജനത്തിനിടയിൽ തെറ്റായ ചില ചിന്തകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി ആളുകൾ ഇതിൻ്റെ സത്യം അറിയണമെന്ന് അവരാഗ്രഹിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വിശദീകരണത്തിന് ഞങ്ങൾ തയ്യാറാകേണ്ടി വന്നത്. കാരണം ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ ഒരു പരിധിവരെ മാറ്റേണ്ടത് അതിന് സാക്ഷികളായിട്ടുള്ള ഞങ്ങളാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞങ്ങൾക്ക് മുതിരേണ്ടി വന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയുടെ 3 റീജിയണലുകളായിട്ടാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയെ തിരിച്ചിട്ടുള്ളത്. ഒന്ന് സൗത്ത് ഇന്ത്യ, മറ്റൊന്ന് നോർത്ത് ഇന്ത്യ, മൂന്നാമത്തേത് ഈസ്റ്റ് ഇന്ത്യ എന്നിങ്ങനെ 3 റീജിയണുകളായിട്ടാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയെ തിരിച്ചിട്ടുള്ളത്. 3 വർഷത്തിലൊരിക്കലാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ പതിവായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഭരണഘടന പ്രകാരം തന്നെ ഈ നാളുകൾക്ക് മുമ്പ്, കാരണം 2025 മാർച്ച് മാസത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും രേഖാമൂലം അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ജൂൺ മാസം 10 മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന ത്രിവത്സര കോൺഫറൻസിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ മാർച്ച് മാസത്തിൽ തന്നെ എല്ലാവർക്കും നൽകിയിരുന്നു. അതിനനുസരിച്ചുള്ള രജിസ്ട്രേഷനും ഓൺലൈനായിട്ടും അല്ലാതെയും ഉള്ള രജിസ്ട്രേഷൻ നടന്നു. അന്ന് അവിടെ പറഞ്ഞതനുസരിച്ച് 2300ഓളം ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ കോൺഫറൻസിൽ പങ്കെടുത്തത് കേവലം 1600-നും 1700-നും ഇടയ്ക്കുള്ള ആളുകളാണ് ആ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ കോൺഫറൻസ് തുടങ്ങുന്നതിൻ്റെ അന്നേ ദിവസം 10-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ഓൾ ഇന്ത്യ സൂപ്രണ്ട് റവറൻഡ് ഡോക്ടർ പോൾ തങ്കയുടെ അധ്യക്ഷതയിൽ ഈ 3 റീജിയനുകളിൽ നിന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അടങ്ങുന്ന ഒരു പ്രസ്പിറ്ററി അന്നേ ദിവസം രാവിലെ 10 മണിക്ക് അവിടെ നടക്കുകയുണ്ടായി. ഈ പ്രസ്പിറ്ററിയിൽ പ്രധാനമായി 3 അജണ്ടകളാണ്, ഏറ്റവും പ്രധാനമായി 3 അജണ്ടകളായിരുന്നു ഈ ഇതിലുണ്ടായിരുന്നത്, ഈ പ്രസ്പിറ്ററിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ 3 സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ എന്നിങ്ങനെയുള്ള ഈ 3 റീജിയണുകളിൽ നിന്ന് അവിടുത്തെ അതാത് റീജിയണുകളിലുള്ള പ്രസ്പിറ്ററി അംഗങ്ങൾ ചേർന്ന്
ഓരോ റീജിയനിൽ നിന്ന് 3 പേരടങ്ങുന്ന 9 പേരെ, 3 റീജിയനുകളിൽ നിന്നായിട്ട് 9 പേരെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുത്ത 9 പേരിൽ നിന്ന് 6 പേരായിട്ട് അതിനെ കുറയ്ക്കണം, അതിനെ ഷോർട്ട് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഫുൾ പ്രസ്പിറ്ററി, ഓൾ ഇന്ത്യയുടെ ഫുൾ പ്രസ്പിറ്ററി അന്നേ ദിവസം കൂടിയതിന്റെ ഒന്നാമത്തെ അജണ്ട 9 പേരുള്ള ഈ നോമിനേഷനിൽ നിന്ന് 6 പേരെ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് സതേൺ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റിബൽ ഗ്രൂപ്പ്, അവിടുത്തെ ഒരു വിമത ഗ്രൂപ്പ്, ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് ഇതിനകത്ത് വോട്ടവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ അജണ്ട. 3, അന്നും പിറ്റേന്നുമായിട്ട് നടക്കുന്ന കോൺഫറൻസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട അജണ്ടകളായിരുന്നു അന്ന് ഈ പ്രസ്പിറ്ററിയിൽ, ജനറൽ പ്രസ്പിറ്ററിയിൽ അന്ന് ചർച്ച ചെയ്തു. അതിൽ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 റീജിയനുകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള 9 പേരടങ്ങുന്ന ഈ നോമിനേഷനിൽ നിന്ന് 6 പേരെ ആക്കുക. അതിന് രഹസ്യ ബാലറ്റിൽ കൂടെയാണ് ആ കാര്യം ചെയ്തത്. അത് ബഹുമാനപ്പെട്ട സൂപ്രണ്ട് പോൾ തങ്കയുടെ അധ്യക്ഷതയിലാണ് ആ കാര്യം നടന്നിട്ടുള്ളത്. എന്നാൽ അത് ഏതാണ്ട് ഉച്ചയോടുകൂടെ തന്നെ ആ കാര്യം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നോമിനേഷനിൽ നിന്ന് എന്തുകൊണ്ടാണ് പാസ്റ്റർ പോൾ തങ്കയെ ഒഴിവാക്കി എന്നുള്ളത് ഒരു വലിയ വിമർശനം വന്നു. ചില ആളുകൾ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയമാണ്, ഇത് മനഃപൂർവ്വം പാസ്റ്റർ പോൾ തങ്കയെ സൗത്ത് ഇന്ത്യക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞൊരു സംഘം ചേർന്ന് ഒഴിവാക്കി എന്ന ഒരു പ്രചരണം നടന്നു. വാസ്തവത്തിൽ ആ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഈ പാസ്റ്റർ പോൾ തങ്കയ്ക്ക് നോമിനേഷൻ വരാൻ പറ്റാത്തതിന്റെ കാരണം അദ്ദേഹം ഓൾ ഇന്ത്യ സൂപ്രണ്ടായ കഴിഞ്ഞ 3 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം. അതിലെല്ലാം ഞാൻ പറയുന്നില്ല, 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും 2-3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. 1, വേദപുസ്തകത്തിന് ഒരിക്കലും നിരക്കാത്ത, ലോകത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഉപദേശ വീഴ്ച അദ്ദേഹം വരുത്തി. അദ്ദേഹം ബക്കറ്റ് സ്നാനം അദ്ദേഹം നടത്തി. ആ ബക്കറ്റ് സ്നാനത്തിന് അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ഇന്നു വരെ പരസ്യമായി സമൂഹത്തോട് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം ഒരു ക്ഷമാപണം അദ്ദേഹം നടത്തിയിട്ടില്ല. 2, ആഫ്രിക്കയിൽ നിന്ന് ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന പോലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിന് നിരക്കാത്ത ഉപദേശ പിഴവുകൾ അദ്ദേഹം നിരന്തരമായി അദ്ദേഹം ഇങ്ങനെ ചെയ്തു വരികയാണ്. 3-മത്തെ കാര്യം, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് മാത്രമല്ല, മനുഷ്യ മനസ്സുള്ള ഒരാളിന് പോലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കോയമ്പത്തൂരിലുള്ള കേസിന്റെ പ്രതിയായ ജോൺ ജവരാജിനെ അദ്ദേഹത്തിന് ജാമ്യത്തിലിറക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പേരും അദ്ദേഹത്തിന്റെ പദവിയും അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ കാരണങ്ങൾ പൊതുസമൂഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാരണവശാലും അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയുടെ തലപ്പത്ത് വരരുത്, നേതാവായി വരരുത് എന്ന് പ്രസ്പിറ്ററി ആഗ്രഹിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് യാതൊരു ഗ്രൂപ്പിസമോ മറ്റു യാതൊരു വിഭാഗീയതയോ അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള പല കാരണങ്ങളാലാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ പ്രസ്പിറ്ററി തീരുമാനിച്ചത്. അപ്പം അന്ന് ഈ 6 പേരെ തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിയുന്നു. ഉച്ച കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷനിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ സതേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന വിമത ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ തങ്കയ്യ ആ പ്രസ്പിറ്ററിയോട് പരസ്യമായി പറഞ്ഞത് ഈ വിമത ഗ്രൂപ്പിന് രജിസ്ട്രേഷൻ ഇല്ല എന്നും അവർക്ക് ഒരു കാരണവശാലും കോൺഫറൻസ് ഹാളിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ലെന്നും അവർക്ക് വോട്ടവകാശം കൊടുക്കുകയില്ലെന്നും അദ്ദേഹം ഉറപ്പായിട്ടും ആ പ്രസ്പിറ്ററി മുമ്പാകെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ കോൺഫറൻസ് ആണ്. അന്ന് വൈകുന്നേരം നടക്കുന്ന യോഗവും പിറ്റേ ദിവസത്തെ കോൺഫറൻസുമാണ്. അതിൽ വൈകുന്നേരം 5 മണിക്കുള്ള യോഗത്തിന് വചന ശുശ്രൂഷയും ആരാധനയും നടക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ കൃത്യം 9 മണിക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം ആരംഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ബിസിനസ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നും പ്രസ്പിറ്ററി അംഗങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പ്രസ്പിറ്ററി യോഗം വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നീട് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ
പിറ്റേ ദിവസത്തെ അന്ന് രാത്രിത്തെ യോഗം കഴിഞ്ഞു. പിറ്റേ ദിവസത്തെ അന്ന് രാത്രി യോഗത്തിന് ഈ വിമത ഗ്രൂപ്പിനെ അകത്ത് പ്രവേശിക്കാൻ അദ്ദേഹം അനുവാദം കൊടുത്തിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം പിറ്റേ ദിവസം ഈ വിമത ഗ്രൂപ്പിന് കോൺഫറൻസ് ഹാളിൽ പ്രവേശിക്കാൻ അവിടുത്തെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ ഇവരുടെ ലിസ്റ്റ് എഴുതി കൊടുത്ത് അവരുടെ പേര് വിളിച്ച് രജിസ്ട്രേഷൻ ഇല്ലാത്ത അവരെ അകത്തേക്ക് അദ്ദേഹം പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് 9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ഈ യോഗം 10:30 മണിയായിട്ടും പാസ്റ്റർ പോൾ തങ്കയ സ്റ്റേജിൽ വന്നില്ല. അതിനുശേഷം വന്നു, പ്രാർത്ഥിച്ചു, ആരാധന കഴിഞ്ഞു. പാസ്റ്റർ ഡി മോഹന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു. തലേ ദിവസം അദ്ദേഹം പറഞ്ഞത് പിറ്റേ ദിവസം പ്രസംഗമില്ലെന്നാണ്. പക്ഷെ ബിസിനസ്സിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് ഏതാണ്ട് വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഇതിനകത്ത് ബിസിനസ്സിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ വിമത ഗ്രൂപ്പിനെ വളരെ തന്ത്രപരമായി സ്റ്റേജിന്റെ പുറകിലേക്കുള്ള റൂമിലേക്ക് കൊണ്ടുപോവുകയും അവരോട് അദ്ദേഹം പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ അകത്ത് പ്രവേശിക്കാൻ അദ്ദേഹം തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. കാരണം ഈ വിമത ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഈ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാൻ പോൾ തങ്കയ പാസ്റ്റർ അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ അവിടെ നടന്നത്. അപ്പൊ 3 മണി കഴിഞ്ഞതിന് ശേഷം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വാസ്തവത്തിൽ നമ്മൾ ഓർക്കണം, ഒന്ന് ഒരു ASI, മറ്റൊന്ന് ഒരു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ ഇവര് രണ്ടുപേരും ഈ സ്റ്റേജിനകത്ത് കയറി വരുന്നു. അവിടെ ലോ ആൻഡ് ഓർഡർ ആയിട്ട് അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നിയമപരമായി ഈ കോൺഫറൻസ് തടയാൻ യാതൊരു അവകാശവും അവർക്കില്ലാതിരിക്കെ സ്വാഭാവികമായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനു മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ വിമത ഗ്രൂപ്പ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും അവിടെ കൊടുക്കുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് പറയാൻ സൗത്ത് ഇന്ത്യയുടെ സൂപ്രണ്ട് പാസ്റ്റർ എബ്രഹാം തോമസ് മൈക്ക് ചോദിക്കുമ്പോൾ മൈക്ക് കൊടുക്കുന്നില്ല. പകരം ഉത്തരവാദിത്തപ്പെട്ടവരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ അർഹതപ്പെട്ടവർക്കോ മൈക്ക് കൊടുക്കാത്ത പാസ്റ്റർ പോൾ തങ്കയ്യ പാസ്റ്റർ രവിമണിക്ക് മൈക്ക് കൊടുക്കുന്നു, ഒരു ലേഡിക്ക് മൈക്ക് കൊടുക്കുന്നു. അപ്പോ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ലോകത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത നിയമലംഘനം പരസ്യമായി പാസ്റ്റർ പോൾ തങ്കയ്യ അവിടെ നടത്തി. തന്നെയുമല്ല, ഈ കോൺഫറൻസ് നടത്തരുത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവകാശിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് നോമിനേഷൻ കിട്ടാത്തത് കൊണ്ട് ഈ കോൺഫറൻസ് നടക്കരുത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അജണ്ടയായിരുന്നതുകൊണ്ട് ആ അജണ്ട അദ്ദേഹം വൈകുന്നേരം 3:30 മണിക്ക് നടപ്പിലാക്കുന്ന സമയത്താണ് പൊതുജനത്തിനിടയിൽ നിന്ന് പ്രതിഷേധമുണ്ടാകുന്നത്. സഭ്യമായി മാന്യമായി മാത്രം പ്രതിഷേധിച്ചവരെ അദ്ദേഹത്തിന്റെ സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്ന ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാതിൽ കടുക്കയിട്ടവരും കയ്യിൽ നൂല് കെട്ടിയവരും അവർക്കെല്ലാവർക്കും ഓർഡേൻ ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുന്ന ടാഗ് കൊടുത്ത് അവരെ അതിനകത്ത് കയറ്റി ഈ അംഗങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി ഈ കോൺഫറൻസിനെ പരസ്യമായി ചെയർമാൻ തന്നെയാണ് ഇതിനെ അലങ്കോലമാക്കിയത്. ഇനി ഈ കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ അവർ നിഷേധിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ ആമുഖത്തിൽ തന്നെ ഞാൻ പറയുന്നു, പാസ്റ്റർ പോൾ തങ്കയ്യ തലേ ദിവസത്തെ പ്രസ്ബിറ്ററിയും പിറ്റേ ദിവസത്തെ കോൺഫറൻസും മുഴുവനും ഒരു വലിയൊരു മാധ്യമ പടയെ കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ആവശ്യപ്പെടുന്നു, അദ്ദേഹം ഇത് നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അദ്ദേഹം മുഴുവൻ വീഡിയോയും അദ്ദേഹം പുറത്തുവിടാൻ കൂടി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കോൺഫറൻസ് 11ാമത് ഓൾ ഇന്ത്യ കോൺഫറൻസിനെ ഈ വിധത്തിൽ ഒരു കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ലോകജാതികൾ പോലും ചെയ്യാത്ത വിധത്തിൽ ഈ കോൺഫറൻസിനെ അലങ്കോലപ്പെടുത്തിയത്, ഇത് പൂർണ്ണമാകാതെ ഇതിനെ അലങ്കോലപ്പെടുത്തിയതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നതും ഇതിന്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചതും പാസ്റ്റർ പോൾ തങ്കയാണ് എന്നുള്ളത് അന്നത്തെ അവിടുത്തെ സംഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായി വ്യക്തമാണ്. ഇതാണ് അന്ന് അവിടെ നടന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പ്രൈസ് ലോർഡ് സാറ്. ഞാൻ പാസ്റ്റർ ലാജി, ഞാൻ സദേൺ ഡിസ്ട്രിക്റ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. പാസ്റ്റർ PK ജോസ് പറഞ്ഞതുപോലെ അന്നത്തെ കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചല്ലോ. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് വിമത ഗ്രൂപ്പ് എങ്ങനെയാണ് അവിടെ വന്നത്, അല്ലെങ്കിൽ വിമത ഗ്രൂപ്പ് ആരാണ് എന്നുള്ള ഒരു ചെറിയൊരു വിശദീകരണം ഇവിടെ നൽകുന്നത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സദേൺ ഡിസ്ട്രിക്റ്റിൽ ദൈവകൃപയാൽ വളരെ അനുഗ്രഹീയമായ ഒരു
എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്റ്റർ എൻ പീറ്റർ അവിടെ ലീഡർഷിപ്പിൽ നടന്നു പോവുകയാണ്. നമുക്ക് ഒരേ ഒരു സദേൺ ഡിസ്ട്രിക്റ്റ് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ളൂ. അതിന്റെ ലീഡറാണ് പാസ്റ്റർ എൻ പീറ്റർ. ഇതിനകത്തുള്ള ഒരൊറ്റ പാസ്റ്റേഴ്സുമല്ല ഈ വിമത ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്ക്രീനിൽ കാണുന്നതാണ് 2023 ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അതിൻ്റെതായ ഭാരവാഹികളെ SCAG കമ്മിറ്റി ഓതറൈസ് ചെയ്തിട്ടുള്ള ലെറ്ററാണ് ഇത്. കാരണം ഇത് കഴിഞ്ഞിട്ട് പലരും ഞങ്ങൾ സദേൺ ഡിസ്ട്രിക്റ്റ് പറഞ്ഞ് കമ്മിറ്റി എന്ന് പറഞ്ഞ് പലരും പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ SCAGയും AGയും അംഗീകരിച്ചതായ ഒരു ഓത്തറൈസ്ഡ് കമ്മിറ്റി എന്ന് പറയുന്നത് ഞങ്ങളാണ്. അതിന്റെ ഒരു പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. 2013 ഈ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചിലർ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യപ്രകാരം ഡിസ്ട്രിക്റ്റിൽ നടക്കാത്തത് കൊണ്ട് ഈ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് 2013. ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ലീഡർ ആയിരുന്നത് പാസ്റ്റർ ജെ ദേവദാസനാണ്. പാസ്റ്റർ ജെ ദേവദാസൻ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് ഏകദേശം ഒരു 80 അടുപ്പിച്ച് പാസ്റ്റേഴ്സ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് 2013. അത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ സൗത്ത് ഇന്ത്യയുടെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ VT എബ്രഹാം അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ പല സമയങ്ങളിലായിട്ട് ഇതിനെ ഒത്തുതീർപ്പ് ചെയ്യുവാനായിട്ട് അവരെ വിളിക്കുകയും പരിശ്രമിക്കുകയും പല ഇടപെടലുകൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ ശ്രമത്തിനാലും 2019 പുറത്തു പോയവരിൽ ഏകദേശം 85% ആളുകളും ഇവിടെ തിരിച്ചു വന്നു. ഞങ്ങൾ പോയത് തെറ്റാണ് എന്ന് അവർ മനസ്സിലാക്കുകയും 85% കൂടുതൽ പാസ്റ്റേഴ്സ് അവർ തിരിച്ചു വരികയും ചെയ്തു. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2019 തിരിച്ചു വന്നവരിൽ റെവറൻഡ് ജെ ദേവദാസനും ഉണ്ട്. റെവറൻഡ് ജെ ദേവദാസ് എന്ന് വെച്ചാൽ ഈ ലീഡർഷിപ്പിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ടുപോയ പാസ്റ്റർ ജെ ദേവദാസ്, അദ്ദേഹം ഇന്നും ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ഒരു പ്രവർത്തകനായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ബലഹീനനാണ്. എന്നാലും നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഒരു പാസ്റ്ററായിട്ട് തന്നെ അദ്ദേഹം തുടരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതായ ഏകദേശം ഒരു 9 ഓർഡൈൻ പാസ്റ്റേഴ്സ് മാത്രമേ പുറത്തു നിൽപ്പുള്ളൂ. ഏകദേശം 9 പാസ്റ്റേഴ്സ്. എന്നാൽ ഈ 9 പാസ്റ്റേഴ്സിൽ ഇവരൊക്കെ ചേർന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പല ചർച്ചസിനെയും പല പാസ്റ്റേഴ്സിനെയും അവർ ചേർക്കുകയും അവരെ ചേർത്തും കൊണ്ടാണ് ഇവര് ഞങ്ങൾ 130 ഉണ്ട്, 200 ഉണ്ട്, 250 ഉണ്ട് എന്നൊക്കെ കഥ പറയുന്നത്. എന്നാൽ 2013 പിരിഞ്ഞു പോയപ്പോഴും അവർ പറയുന്നത്, കോർട്ട് കേസിൽ പറയുന്ന സമയത്തും പറയുന്നത് ഞങ്ങൾ 130 പേരുണ്ടായിരുന്നെന്നാ അവർ പറയുന്നത്. ഇന്നും അവർ പറയുന്നത് 130 പേരെന്നാ പറയുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ ഒരു കോമൺ സെൻസിൽ ചോദിക്കുന്ന ഒരു കാര്യം, 2013 ഇവിടെ നിന്ന് പോയപ്പോൾ 130 ഉണ്ടെന്ന് അവർ പറയുന്നു, ഇന്നും 130 എന്ന് പറയുന്നു. എന്നാൽ 19 85% പാസ്റ്റേഴ്സും റിട്ടേൺ വന്നു. അങ്ങനെയെങ്കിൽ ഈ വീണ്ടും ഈ 130 എന്നുള്ളത് എവിടെ നിന്ന് വന്നു? അതൊരു ചോദ്യചിഹ്നമാണ്. അതായിക്കോട്ടെ, അത് ഇന്നൊരു വേറൊരു റീസൺ. എന്നാൽ ഇന്ന് വരെയും എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം വരയ്ക്കും ഈ വിമത ഗ്രൂപ്പിനെ അകത്ത് വരാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബൈലോസ് പ്രകാരം അവർക്ക് അനുവാദം കൊടുക്കുകയും അവർക്ക് അകത്ത് വരാനുള്ള പ്രൊസീജിയേഴ്സ് അത് എന്താണ് ചെയ്യേണ്ടത്, ആ പ്രൊസീജിയേഴ്സ് ശരിക്ക് ചെയ്ത് നിങ്ങൾക്ക് അകത്ത് വരാം എന്നുള്ള അനുവാദം കൊടുക്കുകയും വരുന്നവരെ ഇന്ന് വരയ്ക്കും യാതൊരു കണ്ടീഷൻസ് ഇല്ലാതെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ പുറത്തു പോയി അകത്ത് വന്ന പലരും ഒരു 2-3 പേര് ഇന്ന് പ്രസ്പിറ്റേഴ്സ് ആയിട്ട് ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അവർ തുടരുകയാണ്. ഈ പ്രസ്പിറ്റേഴ്സുകാർ. അപ്പോ പുറത്തു പോയവരെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു വിധമായ സംശയമില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു നിൽക്കുന്നവർ അവരുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവര് പുറത്തു നിൽക്കുന്നത്. അപ്പൊ ഇവരെങ്ങനെയാണ് AGI കോൺഫറൻസിൽ വന്നത്? ഇവര് AGI കോൺഫറൻസിൽ വരാനുള്ള രജിസ്ട്രേഷനോ അവർക്ക് അതിൻ്റെതായ ഒരു കോളിംഗ് ലെറ്ററോ ഒന്നും തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന് പുറത്ത് ഉള്ളവരെന്നുള്ള നിലയിൽ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് വരാനായിട്ടുള്ള കോളിങ്ങും ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പാസ്റ്റർ പോൾ തങ്കിയാണ് ഞങ്ങളെ വിളിച്ചെന്നാണ് അവർ പേഴ്സണലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സദേൺ ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാനും കഴിയത്തില്ല. കാരണം 2013 അവർ പുറത്തു പോകുകയും 2017 സാർ, ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് കാര്യമാണ്. 2017 അവർ വേറൊരു സ്ഥാപനം, വേറൊരു രജിസ്ട്രേഷൻ, പുതിയ രജിസ്ട്രേഷൻ അവർ ചെയ്യുകയും ആ രജിസ്ട്രേഡ് സ്ഥാപനത്തിന് വേറൊരു സ്ഥാപനം, അവർ ഇന്നൊരു സ്ഥാപനമാണ്, ഒരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യുകയും അവർ വേറൊരു സ്ഥാപനമായിട്ടാണ് അവർ നടന്നു പോകുന്നത്. അതിൽ ഇങ്ങോട്ട് വരുന്നവരൊക്കെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മെമ്പേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നുമുണ്ട്. എന്നാൽ ഈ 2017 രജിസ്ട്രേഷൻ ചെയ്ത് വേറൊരു സ്ഥാപനമായി നിൽക്കുന്ന ഇവർക്ക് അസംബ്ലീസ് ഓഫ് ഗോഡിൽ വരേണ്ടതായ യാതൊരു വിധമായ ആവശ്യകതയും ഇല്ലായിരുന്നു. എന്നാൽ പർപ്പസ്ഫുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ഒരു അജണ്ട, ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ അനുവാദം പേഴ്സണലാ നൽകിയത്. ഞങ്ങൾ വീണ്ടും പ്രസ്ബിറ്ററിയിൽ ഉറപ്പിച്ച ഒരു കാര്യമാണ് പാസ്റ്റർ പി കെ ജോസ് പറഞ്ഞതുപോലെ, ഇവർക്ക് കോൺഫറൻസിൽ യാതൊരു വിധമായ അനുവാദമില്ല. അപ്പൊ ഇവരകത്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവർ എങ്ങനെയാണ് അകത്ത് കയറിയത് എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ പാസ്റ്റർ ക്വിൻലിൻ എന്ന് പറയുന്നത് പാസ്റ്റർ പോൾ തെങ്കിയുടെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയാണ് പാസ്റ്റർ ക്വിൻലിൻ. അദ്ദേഹം ഒരു ലിസ്റ്റ് കൊണ്ട് നൽകുകയും ആ ലിസ്റ്റിൽ പേരുള്ളവരെ ബാഡ്ജ് ഇല്ലെങ്കിലും അകത്ത് കയറ്റണമെന്ന് ചെയർമാൻ പറഞ്ഞു എന്ന് അദ്ദേഹം അവിടെ പബ്ലിക്കിൽ പറയുകയും ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പേരുകളായിരുന്നു ഈ വിമത ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പാസ്റ്റേഴ്സ്. എന്നാൽ ഞാനിവിടെ ചോദിക്കുന്ന ഒരു കാര്യം, അവർ അംഗീകാരമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ അകത്ത് കയറ്റിയതിനു ശേഷം വീണ്ടും പാസ്റ്റർ പോൾ തങ്കയ്യ അവരുടെ പേര് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വഴി രജിസ്ട്രേഷൻ ചെയ്യാത്തവർ എഴുന്നേൽക്കണം എന്ന് പറയുകയും അവരെ പുറത്തു കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, ഇവർ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മെമ്പേഴ്സോ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഭാഗത്തുള്ള ആരും തന്നെ അല്ല. അതുകൊണ്ട് ഇവരൊരു കോർട്ട് ഓർഡർ മേടിച്ചിരുന്നു, കോർട്ടിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അകത്ത് നൽകിയത് എന്നൊക്കെ പറയണത് വളരെ അസഭ്യമായിട്ടുള്ള കാര്യമാണ്, പച്ചക്കള്ളമാണ്. അങ്ങനെ ആ ഡിസ്ട്രിക്റ്റിന്റെ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ വിമത ഗ്രൂപ്പോ AGI കോൺഫറൻസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേ ഓർഡർ മേടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കോർട്ട് ഓർഡർ ഉണ്ടാക്കുകയോ 100% ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കോർട്ട് ഓർഡർ അവർ കാണിക്കട്ടെ. സോ അസംബ്ലീസ് ഓഫ് ഗോഡ് സദേൺ ഡിസ്ട്രിക്റ്റിന്റെ അകത്തു നിന്നുള്ള പാസ്റ്റേഴ്സോ ലീഡർഷിപ്പിനകത്തോ യാതൊരു വിധമായ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്നും വളരെ നന്നായി പോകുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം 347 പാസ്റ്റേഴ്സ് അംഗീകാരമുള്ള, എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ അംഗീകാരം മാത്രമല്ല, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അംഗീകാരം, AGI ക്രെഡൻഷ്യൽ ഉള്ള പാസ്റ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോ ഈ ക്രെഡൻഷ്യൽ ഉള്ള പാസ്റ്റേഴ്സ് അല്ലാതെ പുറത്ത് നിൽക്കുന്ന ഈ വിമത ഗ്രൂപ്പാണ് ഞങ്ങൾ സദേൺ ഡിസ്ട്രിക്ട് എന്ന് വന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പാസ്റ്റർ? വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാം, ഇവിടെ പല യൂട്യൂബ് ചാനലുകളിലും സദേൺ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് ആണ് ഇവിടെ പോസ്റ്റം വിളിച്ചതും അവരാണ് പ്രശ്നം ഉണ്ടാക്കിയതുമായിട്ടാണ് ന്യൂസ് പുറത്തുവിടുന്നത്. വീണ്ടും അതിനെ ഓർമ്മിപ്പിക്കുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യയുടെ കീഴിൽ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൽ അഫീഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന സദേൺ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ റവറൻ അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സദേൺ ഡിസ്ട്രിക്റ്റിലുള്ള ഏതൊരു പാസ്റ്റേഴ്സും അവിടെ ഗ്രീൻ റൂമിൽ കയറിയിട്ടുമില്ല, അവിടെ ഇരുന്ന് ഹോസ്റ്റം വിളിച്ചിട്ടുമില്ല. എന്നാൽ അവിടെ അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ സദേൺ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് എന്ന് അനൗൺസ്മെന്റ് ചെയ്തതായിട്ടും അത് മുഖാന്തരം പലരും ഹോസ്റ്റം വിളിച്ചത് സദേൺ ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്റേഴ്സ് ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉളവായിട്ടുണ്ട്. എന്നാൽ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കീഴിൽ അഫീഷ്യലായി പ്രവർത്തിക്കുന്ന റവറൻഡ് പീറ്റർ അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സദേൺ ഡിസ്ട്രിക്റ്റിൽ ഇവിടെ ഏതൊരു പ്രശ്നവുമില്ല. ഇവിടുന്ന് ഞങ്ങളുടെ കൂടെ വന്ന ദൈവദാസന്മാർക്ക് അവിടെ ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലയും താനും ഇവരാരും അവിടെ ഗ്രീൻ റൂമിൽ കയറിയോ
സ്റ്റേജിൽ കയറിയോ ഹോസ്റ്റം വിളിച്ചിട്ടില്ല. സ്റ്റേജിൽ കയറി ഹോസ്റ്റം വിളിച്ചതും ഗ്രീൻ റൂമിൽ കൊണ്ട് ഇരുത്തി അവിടെ ഇരുന്ന് ഹോസ്റ്റം വിളിച്ചതും 2013 മുതൽ അസംബ്ലി സബ് കാർഡിന്റെ മെമ്പർഷിപ്പ് ഇല്ലാതെ പുറത്താക്കപ്പെട്ടവരിൽ ചിലർ, സെക്രട്ടറി ഓർമ്മിപ്പിച്ചതുപോലെ 9 പേരും അവർ കൂട്ടിച്ചേർത്തിരിക്കുന്ന ചിലരുമായിട്ട് ചേർന്ന് അസംബ്ലി സബ് കാർഡ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ അസംബ്ലി സബ് കാർഡിന്റെയോ AGIയുടെയോ അംഗീകാരമില്ലാതെ അവർ സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കീഴിൽ അസംബ്ലി സബ് കാർഡ് അല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചു പേർ അവരവിടെ വരികയും അവരെ നമ്മുടെ അസംബ്ലി സബ് കാർഡിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് ആ കോൺഫറൻസ് ഹാളിന്റെ അകത്ത് കയറ്റി ഗ്രീൻ റൂമിൽ കൊണ്ട് ഇരുത്തി അവർക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുത്ത് അവരാണ് അവിടെ ഹോസ്റ്റം വിളിച്ചത്. ആ ഹോസ്റ്റം വിളിച്ചവര് ഒഫീഷ്യലായി സൗത്ത് ഇന്ത്യ അസംബ്ലി സബ് കാർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സദേൺ ഡിസ്ട്രിക്ട് അല്ല എന്നുള്ളതിനെ ഇവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ പാസ്റ്റർ സിജു സ്കറിയ UAE മലബാർ ഡിസ്ട്രിക്റ്റിന്റെ ഇവിടുത്തെ സെക്ഷനിലെ പ്രെസ്ബിറ്റർ. പാസ്റ്റർ PK ജോസ് പറഞ്ഞതിനോട് ഒരു കാര്യം ഒന്ന് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായും പാസ്റ്റർ പോൾ തങ്കയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പാസ്റ്റർ പോൾ തങ്കയെ നോമിനേഷനിൽ നിന്ന് പുറത്തായത് അദ്ദേഹം ജനത്തിന് അനഭിജ്ഞാതനായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും എല്ലാം ഒരു പ്രശ്നമായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം വോട്ടിൽ വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് SIAGയുടെ പ്രസ്ബിറ്ററിയുടെ ഇലക്ഷനിൽ, നോമിനേഷൻ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം നോമിനേഷനിലേക്ക് വരാതിരുന്നത്. 3 റൗണ്ട് ഇലക്ഷനിലും പാസ്റ്റർ പോൾ തങ്കയ്ക്ക് AGIയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള യോഗ്യത നേടുവാൻ അദ്ദേഹത്തിനായില്ല. അദ്ദേഹം ആ നിലയിൽ എലക്ട് ചെയ്യപ്പെടാതെ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. അല്ലാതെ ആരും അദ്ദേഹത്തെ മാറ്റി നിർത്തിയതോ ഏതെങ്കിലും വൈകാരികമായ ഒരു തീരുമാനം അതിന്റെ മേലെ കൈക്കൊണ്ടതോ അല്ല. അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ടില്ല. ഈ വസ്തുത ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പാസ്റ്റർ പോൾ തങ്കയുടെ നേതൃത്വത്തിൽ നടന്ന ഈ 11ാമത് കോൺഫറൻസ് അട്ടിമറിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തെ വെള്ളപൂശുവാൻ വേണ്ടി തയ്യാറെടുത്ത് വന്ന പാസ്റ്റർ രവി മണിയുടെ നേതൃത്വത്തിലുള്ള പാസ്റ്റർമാരും ആരും ഈ ഒരു വസ്തുത ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. ഇനി ഈ കോൺഫറൻസിന്റെ ഗതി മാറ്റിയതിൽ പാസ്റ്റർ പോൾ തങ്കയ്ക്കുള്ള നേരിട്ടുള്ള ഇടപെടലിന്റെ 2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ രവി മണിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പാസ്റ്റർ സന്തോഷ് ഉൾപ്പെടെയുള്ളവർ പാസ്റ്റർ പോൾ തങ്കയ്യ നീതിമാനായി ഈ കാര്യത്തിലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലല്ല ഇതിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടലുള്ള 2 കാര്യങ്ങളെ ഞാൻ ഇതിൽ ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ പാസ്റ്റർ ലാജി ഒരു കാര്യം അതിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കോൺഫറൻസിനകത്തേക്ക് വിമതപക്ഷം എന്ന് പറയുന്ന ഒരു കാലത്ത് സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേർപെട്ടു പോയി ഏറെക്കാലം സൗത്ത് ഇന്ത്യ അസംബ്ലി സബ് കാർഡിന്റെ നേതൃത്വം പരിഹരിക്കാൻ പരിശ്രമിച്ചപ്പോഴെല്ലാം അതിന് വഴങ്ങാതെ മത്സരികളായി തന്നെ തുടരുകയും ഏറെക്കാലം അങ്ങനെ തുടർന്ന് പ്രസ്ഥാനത്തെ നേതൃത്വത്തെയും എല്ലാം വെല്ലുവിളിച്ച് ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അസംബ്ലി സബ് സമൂഹത്തിന് പരക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇങ്ങനെയുള്ള ഈ സമൂഹത്തെ ഈ 11ാമത് AGIയുടെ ഈ നാഷണൽ കോൺഫറൻസിലേക്ക് അവർ പ്രവേശിച്ചതിന്റെ പിൻപിൽ പാസ്റ്റർ പോൾ തങ്കയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. കാരണം ആ കോൺഫറൻസ് ഹോളിനകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ ടാഗ്, അവരുടെ ബാഡ്ജ് ഇതെല്ലാം സ്കാൻ ചെയ്തിട്ടാണ്, QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. 11ാം തീയതി കോൺഫറൻസ് തുടങ്ങുമ്പോഴും അതിനകത്തേക്ക് കയറുവാൻ പോലും ബാഡ്ജ് ലഭിക്കാതെ അപ്പോഴും ഇതിന്റെ സംഘടനാ സംവിധാനത്തിലെ പിഴവുകൾ നിമിത്തം അപ്പോഴും അനവധി ശുശ്രൂഷകർ പുറത്തു നിൽക്കുമ്പോഴും ഈ 70ഓളം വരുന്ന പാസ്റ്റേഴ്സ് യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെ അവർ ഈസിയായി സ്മൂത്തായി കോൺഫറൻസ് ഹോളിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ വീഡിയോ ഇന്ന് ലഭ്യമാണ്. അവരെ ആരും തടയുന്നില്ല. പാസ്റ്റർ ലാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാസ്റ്റർ കിൻലിൻ ഈ 70 പേരുടെ ലിസ്റ്റുമായി വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചെയർമാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെ ഇതിനകത്ത് പ്രവേശിപ്പിക്കണമെന്ന്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ തയ്യാറെടുത്ത് ഈ കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് വന്ന് കോൺഫറൻസിൽ കയറിയിരിക്കുന്ന ആളുകളുടെ നടുവിലേക്ക് വിമതപക്ഷമായിരിക്കുന്ന സൗത്ത് ഇന്ത്യ അസംബ്ലി സബ് കാർഡിന് വഴങ്ങിക്കൊടുക്കാതെ മത്സരികളായി നിന്ന പാസ്റ്റർ പോൾ തങ്കയ്ക്ക് നേരിട്ട് അറിവുള്ള ഈ സമൂഹത്തെ അദ്ദേഹത്തിന്റെ ഒത്തയാശയോടുകൂടെ കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത്.
അവരെ ആരെയും തടയുന്നില്ല. അവർ ചിരിച്ച് വളരെ കൂളായി അവരകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച ഇവർ നേരെ പോകുന്നത് സ്റ്റേജ് വഴി ഗ്രീൻ റൂമിലേക്കാണ്. ഈ എൻട്രി, ഇതിൽ നിന്നാണ് എല്ലാത്തിന്റെ തുടക്കം. ഈ കോൺഫറൻസ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത ദിനമായി മാറിയതിന്റെ തുടക്കം പാസ്റ്റർ പോൾ തങ്കയ്യ തുറന്നു കൊടുത്ത ഈ ഗേറ്റ് ആണ്. പുറത്തു നിർത്തേണ്ടവരെ, ഇവരെ പ്രസ്പിറ്ററിയിൽ വെച്ച് ഇവർ വെളിയിലായിരിക്കുമെന്ന് പ്രസ്പിറ്ററിക്ക് വാക്കുകൊടുത്ത അനന്തരം ഇവരെ അകത്തേക്ക് പ്രവേശിച്ചിടത്തു നിന്നാണ് ഈ പ്രതിസന്ധികളുടെ എല്ലാം ആരംഭം. ഇത് പാസ്റ്റർ പോൾ തങ്കയ്യയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. ഇതിനെ പാസ്റ്റർ രവിമണിയും സംഘവും എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് വെളുക്കുന്ന വസ്തുതയല്ല എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, പാസ്റ്റർ പോൾ തങ്കയ്യ ഈ കോൺഫറൻസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ രണ്ടാമത്തെ പങ്ക് ഈ കോൺഫറൻസിന്റെ നടത്തിപ്പിലാണ്. പാസ്റ്റർ പി കെ ജോസ് അത് സൂചിപ്പിക്കുകയുണ്ടായി. തുടക്കം മുതൽ തന്നെ കോൺഫറൻസ് ലാഗുകയാണ്, കാരണങ്ങളില്ലാതെ. തലേന്നത്തെ പ്രസ്പിറ്ററിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാഷണൽ പ്രസ്പിറ്ററി കൈക്കൊണ്ടിരിക്കുന്ന നിലപാടുകളുണ്ട്. അതനുസരിച്ച് കോൺഫറൻസ് എപ്പോൾ തുടങ്ങണം, അതിൽ ഉൾപ്പെടുത്തേണ്ട പരിപാടികൾ എന്തൊക്കെയാണ്, ഇതിനെല്ലാം തീർത്തും അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം താൻ അപ്പോൾ തയ്യാറാക്കിയ തന്റെ വ്യക്തിപരമായ ഒരു അജണ്ട പ്രകാരം കോൺഫറൻസിനെ മുന്നോട്ട് വിടുകയാണ്. പ്രോഗ്രാമിൽ ഇല്ലാത്ത കാര്യങ്ങളുമായി കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. നീണ്ടുപോകുന്ന ആരാധന സെഷനുകൾ, ആരാധന ആവശ്യമാണ്. അത് നമ്മുടെ ശുശ്രൂഷയുടെ ഒരുമിച്ചുള്ള സമ്മേളനത്തിന്റെ ഒരു അനുഗ്രഹീത നിമിഷമാണ്. പക്ഷെ അതൊരു മുതലെടുപ്പിന് വേണ്ടി, തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരാധന എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തെ പോലും പാസ്റ്റർ പോൾ തങ്കയ്യ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം പാസ്റ്റർ ഡി മോഹന്റെ ആ സുദീർഘമായ ഒരു വചന ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ടീ ബ്രേക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ടീ ബ്രേക്ക് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ആരും പോകേണ്ടതില്ല, അതിനകത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ലഭ്യമാകുന്ന നിലയിൽ അവരുടെ സീറ്റിന്റെ അടുക്കൽ ബോക്സിൽ സ്നാക്സും ടീയും എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് അവിടെ ഷെയർ ചെയ്യുവാൻ 5 മിനിറ്റ് സമയം പോലും ആവശ്യമില്ല. എന്നിരിക്കെ 1 മണിക്കൂറോളം സമയം, 50 മിനിറ്റിനും 1 മണിക്കൂറിനും ഇടയിലുള്ള സമയം വെറുതെ അവിടെ ചെലവഴിക്കുകയാണ്, ആളുകൾക്കൊന്നും ചെയ്യുവാനില്ലാതെ. നോക്കണം, മാസങ്ങൾക്ക് മുമ്പേ തന്നെ തയ്യാറെടുത്ത് ഈ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചും തയ്യാറെടുപ്പുമായി ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വന്നിരിക്കുന്ന, നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകളുടെ മുൻപിൽ ഒരു നാടകം അവിടെ അരങ്ങേറുകയാണ്. ഒരു ഡ്രാമയായി ഈ കോൺഫറൻസ് അങ്ങനെ പരാവർത്തനം ചെയ്യപ്പെടുകയാണ്. അവിടെ 1 മണിക്കൂറോളം സമയം ടീ ബ്രേക്കിന് പോവുകയാണ്. ഒടുവിൽ ടീ ബ്രേക്ക് കഴിഞ്ഞ് കോൺഫറൻസ് ആരംഭിക്കുന്നു. ചെയർമാന്റെ റിപ്പോർട്ട് വായനയിലേക്ക് പ്രവേശിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം, AGയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വളരെ സുദീർഘമായ 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു റിപ്പോർട്ട് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ഒരു സൂപ്രണ്ട് വായിക്കേണ്ട കാര്യങ്ങളല്ല നല്ലൊരു പങ്കുള്ളത്. പുത്രികാ സംഘടനകൾ ചെയ്ത പ്രവൃത്തികളും സൺഡേ സ്കൂളും WMCയും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്റെ റിപ്പോർട്ടായി ചേർത്തുകൊണ്ട് പാസ്റ്റർ പോൾ തങ്കയ്യ സുദീർഘമായ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോഴും അതിനുശേഷം ലഞ്ചിന് പിരിയുകയാണ്. ലഞ്ചിന് പിരിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും കോൺഫറൻസിലേക്ക് പ്രവേശിക്കുന്നത് 3 മണിക്കാണ്. ഇലക്ഷന് വേണ്ടുന്ന ഒരു ക്രമീകരണത്തിനും അവിടെ താല്പര്യം എടുക്കുന്നില്ല. ടെല്ലേഴ്സിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാതെ അദ്ദേഹം മറ്റൊന്നിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് അവിടെ വ്യക്തമായിരുന്നു. ഏതോ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പോലീസോ ഇടപെടലുകളോ ഒക്കെ നടത്തേണ്ടതിനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. ഒരു പ്രക്ഷോഭത്തിനും സംഘർഷത്തിനുമുള്ള വേദി ഒരുക്കുന്നതിൽ ഒരു കാരണവുമില്ലാതെ പാസ്റ്റർ പോൾ തങ്കയ്യ 11ാമത് AGI കോൺഫറൻസിന്റെ ഫ്ലോറിനെ ഉപയോഗിച്ചു എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയുന്ന വസ്തുതയല്ല. അത് വെറുതെ ഒരു സാധാരണ കാര്യമായി നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഇതിന്റെ ഇടവേളകളിൽ ഗ്രീൻ റൂമിലേക്ക് പ്രവേശിപ്പിച്ച ആളുകൾ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സ്വാഭാവികമായും ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീതി അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും കുറെ കഴിഞ്ഞപ്പോൾ വേദിയിലേക്ക് വന്ന ഒരു പോലീസുകാരിയുടെ അകമ്പടിയോടുകൂടെ ഈ കോൺഫറൻസ് നിർത്തിവെച്ചിരിക്കുന്നുവെന്ന് വളരെ നിസ്സാരമായി ഈ മുൻപിലിരിക്കുന്ന ദൈവദാസന്മാരെയും സഭാപ്രതിനിധികളോടും വളരെ നിസ്സാരമായി ഒരു സാധാരണ കാര്യം പറയുന്നത് പോലെ ലാഘവത്തോടുകൂടെ, ഒരു ടെൻഷനും മുഖത്തില്ലാതെ, ഏതോ തന്റെ ഉദ്ദേശ ലക്ഷ്യം നേടിയ ഭാവത്തോടുകൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് കോൺഫറൻസ് കഴിഞ്ഞു എന്ന് ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു കാര്യം എടുക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിനും പ്രതിസന്ധിക്കുമുള്ള സാഹചര്യം രൂപപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും അക്ഷമരായിരിക്കുന്ന ആളുകളുണ്ട്. ആ മുൻനിരയിൽ തൊട്ട് പുറകോട്ട് ഇരിക്കുന്നവരെല്ലാം അസംബ്ലീസ് കൊണ്ട് പില്ലേഴ്സ് ആയ ദൈവദാസന്മാരാണ്. വിവിധ ഡിസ്ട്രിക്റ്റുകളുടെ സൂപ്രണ്ടുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസ്പിറ്റേഴ്സ്, ആ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങളുള്ളവർ. അവർ സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ് നിന്ന് അവരുടെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഫറൻസ് തുടരുവാനാണ് ആവശ്യപ്പെടുന്നത്. അതുവരെ ഒരു സംഘർഷം അവിടെ ഇല്ല.
സംഘർഷത്തിന്റെ ഒരു ഫ്ലോർ, ശാന്തമായ ഒരു ഫ്ലോർ, ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടെ ചെയർമാന്റെ ഈ ഡ്രാമയെല്ലാം കണ്ട് മനസ്സുമടുത്തിട്ടും അടുത്ത നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫ്ലോർ മുഴുവനും. കോൺഫറൻസ് തുടരുവാൻ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ട കോൺഫറൻസ് അംഗങ്ങളുടെ നേരെയാണ് മുൻപേ തയ്യാറാക്കി നിർത്തിയ ആ കോൺഫറൻസിലുള്ള കായികമായി നല്ല മികവുള്ള ആളുകൾ താഴേക്ക് ഇറങ്ങി വരുന്നതും പാസ്റ്റേഴ്സിനോട് വളരെ ശാരീരികമായി അവരോട് പ്രതികരിക്കുന്നതും തള്ളി മാറ്റുന്നതും പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം അവിടെയാണ്. യാതൊരുവിധ പ്രതിസന്ധികളും ഇല്ലാതിരിക്കെ, ഒരു സംഘർഷങ്ങളും ഇല്ലാതിരിക്കെ ലോ ആൻഡ് ഓർഡർ ഉണ്ട് എന്ന് പാസ്റ്റർ പോൾ തങ്കയ്യ അവിടെ പ്രഖ്യാപിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, കോൺഫറൻസ് നിർത്തിവെച്ചത് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന പോലീസോ കോർട്ടോ ഓർഡറിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, രൂപപ്പെട്ട സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഇത് പച്ചക്കള്ളമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വ്യാജ വർത്തമാനമാണിത്. ഈ വ്യാജ വർത്തമാനത്തെയും ഈ നാടകത്തെയുമാണ് ഒരു സംഘം ആളുകൾ അവർ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വളരെ നിസ്സാരമാക്കി പാസ്റ്റർ പോൾ തങ്കയ്ക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് വരുത്തി തീർക്കുന്നത്. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചരിത്രത്തിലെ തീരാകളങ്കമായി എല്ലാ കാലവും നിൽക്കും. അതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം പാസ്റ്റർ പോൾ തങ്കയുടേതാണ് എന്നീ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 11ാമത് ത്രിവത്സര സമ്മേളനം ജൂൺ മാസം 10 മുതൽ 12 വരെ ബാംഗ്ലൂരിൽ വെച്ച് FGAG വെച്ച് നടന്ന കോൺഫറൻസ് അട്ടിമറിച്ചു എന്നുള്ളതിന്റെ വിശദമായ തെളിവുകളാണ് ഇവിടെ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കോൺഫറൻസ് അട്ടിമറിച്ചു, അത് നിർത്തിവെക്കാൻ അതിന്റെ പുറകിൽ നാടകം കളിച്ചത് ചെയർമാനായ പോൾ തങ്കയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് എന്ന് തെളിയിക്കുന്നതിന് ചില വിഷയങ്ങൾ കൂടെ 15 ജൂൺ 2025 പ്രസിദ്ധീകരിച്ച ഹല്ലേലൂയ ക്രൈസ്തവ പത്രത്തിലും അതോടൊപ്പം തന്നെ മറ്റ് മീഡിയകളിലൂടെയെല്ലാം AGIയുടെ ചെയർമാൻ ആയിരിക്കുന്ന പോൾ തങ്കയെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാസ്റ്റർ രവി മണി ടീം അവരുടെ എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ശ്രമങ്ങളും, ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അവർ പറയുന്ന ചില കാര്യങ്ങൾ, സദേൺ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായി കടന്നു വന്നിരിക്കുന്ന 70-ലധികം ആളുകൾ അവരുടെ കയ്യിൽ ഒരു കോർട്ട് ഓർഡർ ഉണ്ട്. അവരെ പങ്കെടുപ്പിക്കാൻ, ഈ കോൺഫറൻസിൽ പങ്കെടുപ്പിക്കുവാൻ അവരുടെ കയ്യിൽ ഒരു കോർട്ട് ഓർഡർ ഉണ്ട്. ആ കോർട്ട് ഓർഡറിൽ ലംഘിച്ചു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകും എന്നുള്ളത് കൊണ്ടാണ് അവരെ അകത്ത് കയറ്റാൻ ശ്രമിച്ചത് എന്ന് പറയുന്ന ചില വാദങ്ങളുണ്ട്. ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്, അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തോട് ഏതെങ്കിലും നിലയിൽ ഒരു പ്രതിബദ്ധത ഈ ചെയർമാൻ ഉണ്ട് എങ്കിൽ ആ കോർട്ട് ഓർഡർ പൊതുസമൂഹത്തിന്റെ മധ്യേ പുറത്തുവിടണം. അല്ലാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. രണ്ടാമതായി പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഇതേ പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഫറൻസ് നടത്തുന്നതിന് വേണ്ടതായ ആ പെർമിഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ, ബാംഗ്ലൂരിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ IPLന്റെ വിജയാഘോഷത്തോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് അവരോട് പറയുന്നത്. അങ്ങനെ ആ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി അവിടുത്തെ കർണാടക ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ നിയമപ്രകാരം കോൺഫറൻസുകൾ നടത്തുന്നതിന് തക്കതായ പെർമിഷൻ വേണമെന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. ഞങ്ങൾ നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഒരു തരത്തിലും പ്രൈവറ്റ് പ്ലേസിൽ നടക്കുന്ന ഒരു കോൺഫറൻസിന് ഒരു വിധത്തിലുമുള്ള അനുവാദം ആവശ്യമില്ല. മാത്രമല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കോൺഫറൻസ് നടക്കുന്നത് ഒരു സ്പോട്ട് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടല്ല. അതിന്റെ പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ പുറപ്പെടുവിച്ച കോൺഫറൻസിന്റെ നോട്ടിഫിക്കേഷന് ശേഷം ഏപ്രിൽ മാസത്തിന്റെ പകുതിയോടുകൂടി ആരംഭിച്ച ആ രജിസ്ട്രേഷൻ പോർട്ടൽ, അതിന്റെ കാലാവധി അവസാനിക്കുന്നത് മെയ് മാസം 25-ാം തീയതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫറൻസ് ആരംഭിക്കുന്നതിന് 15 ദിവസം മുൻപ് തന്നെ എത്ര ആളുകൾ പങ്കെടുക്കും എന്നുള്ളതിന്റെ കൃത്യമായ വിവരണം ഉള്ള സംഘാടക സമിതി അവർ പറയുന്നത് ഈ കോൺഫറൻസ് നടത്തുന്നതിന് പെർമിഷൻ വേണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നിരിക്കെ വസ്തുതകൾ മറച്ചുവെച്ച് ജനത്തെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന ഈ വെളുപ്പിക്കൽ ടീമിന് ഈ കാര്യങ്ങളൊന്നും ബോധ്യമാകില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത്രയും ഇതുപോലെയുള്ള പെർമിഷനുകൾ വേണമെന്ന് ഒരു സാഹചര്യം ഉണ്ട് എന്നിരിക്കട്ടെ,
അങ്ങനെയാണ് അത് ആരാണ് എടുക്കേണ്ടത്? ഈ കോൺഫറൻസിന്റെ നടത്തിപ്പുകാരനും ഇതിന്റെ കമ്മിറ്റിയുടെ പ്രധാന ചുമതലക്കാരനുമായിരിക്കുന്ന ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ പോൾ തങ്കയെ എടുക്കേണ്ട ആ നിയമ നടപടി സ്വീകരിക്കാതെ അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഏറ്റവും അങ്ങേയറ്റം പോയി പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്ന പാസ്റ്റർ ജോൺ ജെബ്രാജിനെ പുറത്തു കൊണ്ടുവരുവാൻ കാണിച്ച ആർജവം പോലും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കോൺഫറൻസ് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളത് ലജ്ജാകരമായ കാര്യമാണ്. അദ്ദേഹം ഇതിന് മറുപടി കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാമതായിട്ട് അവർ ഈ കോൺഫറൻസ് നിർത്തുവാൻ കാരണമായി പറയുന്ന മറ്റൊരു കാർഡ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. പ്രിയ സാംകുട്ടി പാസ്റ്റർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഈ കോൺഫറൻസ് അതിന്റെ ആരംഭ നിമിഷം മുതൽ പ്രാർത്ഥിച്ച് അതിന്റെ ബിസിനസ് സെക്ഷൻ 2ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന നിമിഷം മുതൽ അതിന്റെ രജിസ്ട്രേഡ് ആയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് അംഗീകൃതമായിട്ട് വന്നിട്ടുള്ള പാസ്റ്റേഴ്സിന്റെ അടുത്തുനിന്നോ ദൈവസഭകളുടെ പ്രതിനിധികളുടെ അടുത്തുനിന്നോ ഒരു വിധത്തിലുള്ള ഒച്ചപ്പാടോ ബഹളമോ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഭാഗമല്ലാത്ത സദേൺ ഡിസ്ട്രിക്റ്റിന്റെ റിബൽ ഗ്രൂപ്പായ പുറത്തു പോയ ആളുകളെ വിളിച്ചകത്ത് കയറ്റി അവരെ കൊണ്ടുണ്ടാക്കിയ ബഹളമല്ലാതെ മറ്റൊരു പ്രശ്നവും ആ കോൺഫറൻസിനകത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഈ FGAGയുടെ മീഡിയ ടീമുണ്ട്. അതിന്റെ ആദ്യോടന്തം മുഴുവൻ ഭാഗങ്ങളും അവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവരെ ചലഞ്ച് ചെയ്യാണ്, ധൈര്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാത്ത മുഴുവൻ വീഡിയോ പുറത്തു വിടുക എന്നുള്ള ഒരു ചലഞ്ച് കൂടെ ഞങ്ങൾ മുമ്പിൽ വയ്ക്കുകയാണ്. ഏതെങ്കിലും കോൺഫറൻസ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലയിലുള്ള പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒച്ചപ്പാടോ ബഹളമോ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവോ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നത് 2 പോലീസുകാരാണ്. അതിലൊന്ന് ഒരു ASI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ഈ ഫോട്ടോ കണ്ടാൽ അറിയാം അവർക്ക് സിംഗിൾ സ്റ്റാർ ആണ് ഉള്ളത്. ഇവരിപ്പോൾ പറഞ്ഞു നടക്കുന്നത് DYSPയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് അവിടെ വന്ന് ഈ കോൺഫറൻസ് നിർത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫോട്ടോയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ASI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അവിടെ വന്ന് ഈ കോൺഫറൻസ് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് ലീഗൽ വൈസ് നിയമപരമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കോൺഫറൻസുകൾ നിർത്തുവാൻ പറയാൻ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പറഞ്ഞ് അവിടെ നടപടി സ്വീകരിക്കുവാൻ ASIക്ക് അധികാരമില്ല. അവിടെ അധികാരമുള്ളത് SI റാങ്കിന് മുകളിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കോ നിയമപാലകർക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നിരിക്കെ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു പോലീസുകാരുടെ സഹായത്തോടുകൂടെ ഈ കോൺഫറൻസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വാദമുഖമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ആ കോൺഫറൻസിന്റെ അന്നത്തെ ദിവസത്തിന്റെ ആരംഭ സമയം മുതൽ ഈ പോലീസ് വണ്ടി ആ കോൺഫറൻസിന്റെ പുറത്തുണ്ട്. അവർ പറയുന്നത് ആരോ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അന്ന് രാവിലെ കോൺഫറൻസ് പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഈ പോലീസ് വണ്ടി അതിന്റെ പുറത്തുണ്ട്. കൃത്യമായിട്ട് ഇവരുമായി ചേർന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് കോൺഫറൻസ് അട്ടിമറിക്കുവാൻ വേണ്ടി അവർ നടത്തിയ ഒരു ശ്രമമാണ് എന്നത് ഇതിൽ കൂടുതൽ ഒരു തെളിവ് നമുക്ക് വേണ്ട. ഇനി 4ാമതായിട്ട് വെളുപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പാസ്റ്റർ പോൾ തങ്കയെ വെളുപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന രവിമണി പാസ്റ്ററും അതുപോലെ തന്നെ സന്തോഷ് ജോർജ് പാസ്റ്ററും ഒക്കെ മറച്ചു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഈ കോൺഫറൻസിനെതിരെയുള്ള ഒരു കോർട്ട് ഓർഡർ ആണ്. ആ കോർട്ട് ഓർഡർ നൽകിയിരിക്കുന്ന ആളുടെ പേര് പെറ്റീഷണർ എന്ന് പറയുന്നത് M ജയകാന്തനാണ്. ആ കോർട്ട് ഓർഡറിനകത്ത് കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിന്റെ 2ാമത്തെ ഉത്തരവ് ഇങ്ങനെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇൻ ദ ഇവന്റ് ഓഫ് there being any nomination or election in the ensuing conference to be held between June 10 and June 12 of 2025, the final decision or result shall not be given effective and shall be kept in abeyance till the case is finally disposed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫറൻസ് നടത്താതിരിക്കുവാനോ ഇലക്ഷൻ നടത്താതിരിക്കുവാനോ ഉള്ള
ഒരു ഉത്തരവും ഒരു കോൺഫറൻസിൽ നിന്നും അല്ല ഒരു കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കോർട്ട് ഓർഡർ നമ്മൾ കാണിക്കുന്നത്. അവിടെ പറയുന്നത് അങ്ങനെ ഇലക്ഷനോ നോമിനേഷനോ ആ കോൺഫറൻസിൽ നടന്നിട്ടുണ്ട് എങ്കിൽ ഈ കേസ് ഡിസ്പോസ് ചെയ്യുന്ന സമയം വരെ 30 ദിവസത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. ആ 30 ദിവസം വരെയും റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് കോടതിയുടെ ഉത്തരവ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വ്യക്തികൾ, ഈ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന വ്യക്തികൾ മറച്ചു വെക്കുന്ന, ഈ കോർട്ട് ഓർഡർ മറച്ചു വെക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ പെറ്റീഷണർ പുറത്തുള്ള ഒരു വ്യക്തിയല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പുറത്തുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഭാഗമായിട്ട് ഈ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഡ്രസ് ആണ് ഇവിടെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ സ്ക്രീനിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന, അദ്ദേഹം പെറ്റീഷണർ എന്ന നിലയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഡ്രസ് തന്നെ റവറൻഡ് എം ജയകാന്തൻ, സെൻട്രൽ ഡിസ്ട്രിക്ട് പ്രസ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഡിസ്ട്രിക്ട് കൗൺസിൽ പാസ്റ്റർ പോൾ തങ്കയെ ചെയർമാൻ ആയിരിക്കുന്ന, സൂപ്രണ്ട് ആയിരിക്കുന്ന കർണാടക ഡിസ്ട്രിക്റ്റിന്റെ, മാത്രമല്ല കർണാടക ഡിസ്ട്രിക്റ്റിൽ പാസ്റ്റർ പോൾ തങ്കയുടെ വലങ്കൈയായി, മനസാക്ഷി സൂക്ഷിപ്പുകാരനായി, ചാവേറായി പ്രവർത്തിക്കുന്ന ഈ വ്യക്തിയെ കൊണ്ട് തന്നെ കോൺഫറൻസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്റ്റർ പോൾ തങ്കയെ നടത്തിയ നാടകമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുന്നതിൽ ഇതിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമില്ല. പാസ്റ്റർ പോൾ തങ്കയെ ഒരു നാടകം എഴുതി, അതിന്റെ തിരക്കഥയും സംവിധാനവും സംഭാഷണവും എല്ലാം നൽകി, അതിന്റെ അഭിനയവും എല്ലാം നടത്തി ആ കോൺഫറൻസിനെ അട്ടിമറിച്ചു എന്നതിന് ഈ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പാകെ ഞങ്ങൾക്ക് നിരത്തുവാൻ ഇതിൽ കൂടുതൽ വലിയ പ്രാധാന്യമേറിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്പിറ്റർ ആയിരിക്കുന്ന എം ജയകാന്ത് ഈ കോൺഫറൻസ് അട്ടിമറിക്കുവാൻ പാസ്റ്റർ പോൾ തങ്കയുടെ ഒത്താശയോടുകൂടെ നടത്തിയ ശ്രമങ്ങളും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കൂടെ പാസ്റ്റർ കറിയ പറഞ്ഞ പോയിന്റിൽ കൂടെ ഞാൻ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, പാസ്റ്റർ ജയകാന്തനാണ് സെൻട്രൽ ഡിസ്ട്രിക്ട്, പാസ്റ്റർ പോൾ തങ്കയുടെ പ്രസ്പിറ്ററാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പൊതുവിൽ പറഞ്ഞത് കന്യാകുമാരിയിൽ നിന്ന് വന്ന വിമത ഗ്രൂപ്പാണ്, അവിടെ കയ്യിൽ കോർട്ട് ഓർഡർ ഉണ്ട്, സ്റ്റേ ഓർഡർ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ വ്യക്തമാണ് ഇവിടെ നിന്ന് പുറത്തുനിന്നുള്ള ആരുമല്ല, പുള്ളിയുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഒരു പ്രസ്പിറ്റർ വെച്ചാണ് ഈ കാര്യം നീക്കം ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് നോട്ട് ചെയ്ത് പറയുന്നു. താങ്ക് യു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികം സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞ ഇടയിലുണ്ടായ ആ വീഡിയോയിൽ ഇത്ര ലക്ഷം രൂപ ഞങ്ങൾ മുടക്കി നടത്തിയ ഒരു കോൺഫറൻസ് ഞങ്ങളായിട്ട് ഉഴപ്പുമോ, ഞങ്ങളായിട്ട് നിർത്തുമോ എന്നാണ് അവർ ചോദിച്ചത്. ഇതില് പ്രിയ സാങ്കുട്ടി ചാപ്പ പാസ്റ്റർ അറിയേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചെലവുകൾ വഹിക്കുന്നത്, ഈ പണം സമാഹരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. 30 ഡിസ്ട്രിക്ട് കൗൺസിലുകളാണ് ഇന്ത്യയിലുള്ളത്. 30 ഡിസ്ട്രിക്ട് കൗൺസിലാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഈ പ്രാവശ്യം 2300 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഒരംഗത്തിൽ നിന്ന് വാങ്ങുന്നത് 500 രൂപയാണ്. 2300 പേര് രജിസ്റ്റർ ചെയ്തു. 11,50,000 രൂപ രജിസ്ട്രേഷൻ ഇനത്തിൽ തന്നെ വന്നതാണ്. രണ്ടാമത് മെമ്പർഷിപ്പ് ഫീ ആണ്. അംഗീകൃത സഭകൾ 300 രൂപ വെച്ച് നൽകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയില് അംഗീകൃത സഭകളുള്ളത് 8,743 സഭകളാണ്. അംഗീകൃത സഭകൾ ഇന്ത്യയിലുള്ളത് 8,743 സഭകളാണ്. ആ ഇനത്തിൽ, മെമ്പർഷിപ്പ് ഇനത്തിൽ ലഭിക്കുന്നത് 26,22,900 രൂപയാണ് മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ ലഭിക്കേണ്ടത്. മറ്റൊരു വരുമാനം എന്ന് പറയുന്നത് ഓർഡൈൻഡ് പാസ്റ്റേഴ്സ് നൽകുന്ന തുകയാണ്. 3,761 ഓർഡൈൻഡ് പാസ്റ്റേഴ്സ് ആണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ളത്. ആ ഇനത്തിൽ ലഭിക്കേണ്ട തുക 11,28,300 രൂപയാണ് ഓർഡൈൻഡ് പാസ്റ്റേഴ്സിൽ നിന്ന് ലഭിക്കേണ്ട തുക. മറ്റൊരു വരുമാനം എന്ന് പറയുന്നത് ഈ 30 ഡിസ്ട്രിക്ട് കൗൺസിലുകളിൽ നിന്നുള്ള സ്വമേധദാനമാണ്. സത്യത്തിൽ സ്വമേധദാനമല്ല, ഒരു ഭീമമായ തുക, നല്ലൊരു തുകയാണ്. മലബാർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഉൾപ്പെടെ, ഞാൻ ഡിസ്ട്രിക്ട് ട്രഷററാണ്, ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള 30 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും നല്ലൊരു തുക ഇതിനോടകം അയച്ചു നൽകിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ് എന്ന് വെക്കുക. അങ്ങനെ വന്നാൽ 4 തരത്തിലാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ
കോൺഫറൻസ് നടത്താൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ആളുകൾ തുകകൾ നൽകുന്നത്. ഏകദേശം 74 ലക്ഷം രൂപയോളം ആണ് വരവ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നൽകുന്നതാണ് ഈ തുക. പിന്നെ എങ്ങനെയാണ് പാസ്റ്റർ പോൾ തങ്കയാണ് ഈ തുക സമാഹരിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ തികച്ചും ഫോഷ്കാണ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ എന്റെ സ്നേഹിതന്മാർ പറഞ്ഞതുപോലെ എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും അതൊക്കെ നെറികെട്ട ശ്രമമാണെന്ന് അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തുക ഒരിക്കലും ഒരു വ്യക്തിയോ ഒരു സഭയോ സമാഹരിച്ച തുകയല്ല, ഞങ്ങൾ കൂട്ടായി സമാഹരിച്ച തുകയാണ് ഈ തുക എന്നുകൂടെ പറയുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകരെ, എൻ്റെ പേര് ഹൻസൽ ജോസഫ്. ഞാൻ മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ ഭരണസമിതിയിൽ കമ്മിറ്റി മെമ്പറായി സേവനം ചെയ്തു വരുന്നു. ഈ 11ാമത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഓൾ ഇന്ത്യ കോൺഫറൻസ് അതിന്റെ പ്രവർത്തനത്തിൽ തന്നെ ഒരു ഒരു അപാകതകൾ അവിടെ ചെന്ന സമയം മുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. സാധാരണ കോൺഫറൻസുകൾക്ക് രജിസ്റ്റർ ചെയ്ത് നാം അവിടെ എത്തിച്ചേരുമ്പോൾ സ്വീകരിക്കുവാൻ അവിടെ ആളുകൾ കാണും. ഈ കോൺഫറൻസിന്റെ രജിസ്ട്രേഷനിലും എത്ര മണിക്ക് എത്തിച്ചേരും, എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ രജിസ്ട്രേഷനിൽ നമുക്ക് കാണുവാനായി കഴിയും. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് കോൺഫറൻസിന് വേണ്ടി ബാംഗ്ലൂർ സിറ്റിയിൽ വന്ന പ്രിയമുള്ളവർ തങ്ങളുടെ സ്വന്തം അറിവും കഴിവും ഉപയോഗിച്ച് അവർ പാർക്കുന്ന ഇടങ്ങളിൽ എത്തിച്ചേരേണ്ടുന്ന ഗതികേടാണ് ആദ്യം തന്നെ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. അവിടെ മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ആ കോൺഫറൻസിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയ ചുവടും അവിടെ അതിന്റെ നടത്തിപ്പുകാർ എടുത്തില്ല എന്ന് അവിടെ മുതൽ നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയും. അവിടെ അതിന്റെ ഉള്ളിലേക്കുള്ള ആ കോൺഫറൻസ് നടക്കുന്ന ഇടത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾ ബാഡ്ജിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബാഡ്ജ് ലഭിക്കാതെ വരുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി, അതിന്റെ നടത്തിപ്പുകാർ പറയുന്ന മറുപടി, പുതിയത് അടിക്കാനായി കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ കിട്ടും എന്നുള്ളതാണ്. ഇങ്ങനെ ഈ കോൺഫറൻസിന്റെ അവിടെ ചെന്ന് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഉഴപ്പം പരിപാടിയാണ്. ബഹുമാനപ്പെട്ട ഓൾ ഇന്ത്യയുടെ സൂപ്രണ്ട് പോൾ തങ്കയ്യ 11-ാം തീയതി അവിടെ നടത്തിയ ആ ഒരു നാടകീയമായ പ്രകടനം എന്നേ അതിന് പറയുവാൻ കഴിയുകയുള്ളൂ. വളരെ നാടകീയമായ പ്രകടനം. ആ പ്രകടനത്തിന്റെ മുറിവിന്റെ ആഴം ഒരിക്കലും അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ ആർക്കും ഉണക്കുവാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെ പ്രാർത്ഥനയോടുകൂടെ സാമ്പത്തികം ചെലവഴിച്ച് അവിടെ വന്ന 1700 പ്രതിനിധികൾ, ആ 1700 പ്രതിനിധികളെ വെറും 70 പേർ ബന്ധികളാക്കിക്കൊണ്ട് ആ കോൺഫറൻസ് അവിടെ നിർത്തൽ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കുക, ആ 70 പേരെ അവിടെ നിന്ന് മാറ്റി നിർത്തി ആ കോൺഫറൻസിനെ സുഗമമായി നടത്തേണ്ടുന്ന ഉത്തരവാദിത്വമല്ലേ കോൺഫറൻസിന്റെ നടത്തിപ്പുകാരനായ ചെയർമാൻ ചെയ്യേണ്ടത്. പകരം ആ നടത്തിപ്പുകാർക്ക് വേണ്ട അവിടെ പ്രശ്നം നടത്തുവാനായി താൻ വിളിച്ചു വരുത്തിയ ആ പ്രശ്നക്കാരെ സ്റ്റേജിലേക്ക് വരുവാൻ വിടുന്നു. അവർ സ്റ്റേജിൽ വരുന്നു, അവർ സ്റ്റേജിൽ വന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. കാഴ്ചക്കാരായി ഈ 1700 പേരും ആ ഹാളിനകത്തിരിക്കുന്നു. എന്തൊരു ദുരവസ്ഥയാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നടക്കുന്നത്. ഇത് കാണുവാൻ, ഇത് കേൾക്കുവാൻ മാത്രമേ നമുക്ക് അവിടെ പോയാൽ സാധ്യമാകുകയുള്ളൂ. എങ്ങനെ ഇവർ സംസാരിച്ച വീഡിയോയിൽ കണ്ടു അവിടെ വലിയ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ. എന്താണ് ബഹളം ഉണ്ടാകുവാനുള്ള സാഹചര്യം അവിടെ ഉളവായി വന്നത്? അവിടെ ബഹളം ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉളവായി വന്നത് ഇവർ
അവിടെ ആ കോൺഫറൻസിൽ പങ്കെടുക്കുവാനായി വന്ന വ്യക്തികൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അവരുടെ ഹോട്ടലുകളിൽ നിന്ന് റെഡിയായി 9 മണിക്ക് കോൺഫറൻസ് തുടങ്ങും എന്നുള്ള പ്രെസ്ബിറ്ററിയിൽ നിന്നുള്ളവരുടെ അറിവ് വെച്ച് അവർ കൃത്യ സമയത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവർ അവിടെ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഇത് ആരംഭിച്ചു കഴിഞ്ഞിട്ട് പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇത് നീട്ടി കൊണ്ടുപോകുകയാണ്. അപ്പോൾ തന്നെ ജനമെല്ലാം അക്ഷമയരായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ട് വളരെ ലാഘവത്തോടുകൂടെ അവിടെ പറയുകയാണ്, ഈ കോൺഫറൻസ് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ കഴിയുകയില്ല. ഇത് കേട്ടപ്പോൾ അക്ഷമയരായ ജനം കോൺഫറൻസ് നടത്തണം എന്ന് അവിടെ ഉന്നയിക്കുവാനിടയായി തീർന്നു. എലക്ഷൻ നടത്തണം, കോൺഫറൻസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ആ പറഞ്ഞതല്ലാതെ അവിടെ മറ്റൊരു വാക്കുകളോ ഒന്നും ആ ഫ്ലോറിൽ ഉയർന്നിട്ടില്ല. ഇത് പറയുവാൻ തുടങ്ങിയപ്പോൾ അഷേഴ്സും അവിടെയുള്ള വളണ്ടിയേഴ്സും വന്ന് ഇവരെ നിശബ്ദരാക്കുവാനായി ശ്രമിച്ചു. അവരെ തടയുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികളാണ് അവിടെ രൂപപ്പെട്ടു വന്നത്. അല്ലാതെ അവിടെ വന്ന 1700 പേരിൽ ആരും ഒരു പ്രകോപനപരമായോ ഒന്നും ഇടപെടുവാൻ ഇടയായി തീർന്നിട്ടില്ല. അഷേഴ്സ് വന്ന് അവരോട് സംസാരിക്കുന്നു, അവരെ തടയുവാൻ ശ്രമിക്കുന്നു. ഈ കാര്യങ്ങളാണ് ബഹളങ്ങളിലേക്ക് നീങ്ങുവാൻ ഇടയായി തീർന്ന കാര്യമായി വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് കേൾക്കണം. ഒരു കോൺഫറൻസ് ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? ആ കോൺഫറൻസിന്റെ ചെയർമാനും കമ്മിറ്റിയും ആയിരിക്കും. ഈ ഫ്ലോറിൽ നിന്ന് ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കുകയാണ് ഫ്ലോറിലെ ആളുകൾ. ആരാണ് ഈ ഫ്ലോറിൽ ഇരിക്കുന്നത്? ഫ്ലോറിൽ ഇരിക്കുന്ന വ്യക്തികൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൗത്ത് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഈസ്റ്റ് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്നവർ, പിന്നെ മലയാളം ഡിസ്ട്രിക്ട് പോലെ, തമിഴ് ഡിസ്ട്രിക്ട് പോലെയൊക്കെ ഡിസ്ട്രിക്റ്റിന് നേതൃത്വം കൊടുക്കുന്ന വളരെ ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരാണ് ഈ താഴെ ഫ്ലോറിൽ ഇരിക്കുന്നത്. അവർ എഴുന്നേറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ സ്റ്റേജിൽ നിന്ന് പറയുന്നത് സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ലോക്കൽ പാസ്റ്റർമാരാണ്. വളരെ പ്രവർത്തന പരിചയമുള്ള, കർത്താവിന് വേണ്ടി വളരെ നന്നായി അധ്വാനിച്ച് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ഇവിടെ നിന്ന് ഈ കോൺഫറൻസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഉത്തരങ്ങൾ സ്റ്റേജിൽ നിന്ന് പറയുന്നത് ഇവർ തെരഞ്ഞെടുത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിനെ ഭരിക്കുവാനാക്കി വെച്ച ഭരണസമിതിയിൽ നിന്നല്ല ഉത്തരം വരുന്നത് അവിടുത്തെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ആ നടത്തിപ്പുകാരും അവിടുത്തെ ലോക്കൽ പാസ്റ്റർമാരുമാണ് മൈക്ക കൈകാര്യം ചെയ്യുന്നത്. ഇത് ആ ജനത്തെ പ്രകോപിതരാക്കി. പ്രകോപനം മനഃപൂർവമായി ഉണ്ടാക്കുവാൻ അവിടെ ശ്രമിക്കുകയായിരുന്നു അതിന്റെ നടത്തിപ്പുകാർ തന്നെ. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു പ്രക്രിയയാണ് ആ കോൺഫറൻസിൽ കാണുവാനിടയായി തീർന്നത്. ഇവിടെ പങ്കുവെക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന കാര്യങ്ങളിൽ പാസ്റ്റർ വി ടി എബ്രഹാമും പാസ്റ്റർ എൻ പീറ്ററും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയും പിന്നെയും കാണിക്കുന്നതായി കണ്ടു. എന്താണ് ഈ പ്രിയമുള്ളവർ അവിടെ സംസാരിച്ചത്? അവിടെ പാർലമെന്ററി ചട്ടം നടക്കാതെ വന്ന സമയത്ത് പാർലമെന്ററി ചട്ടപ്രകാരം ആ കോൺഫറൻസ് നടക്കേണ്ടതിന് വേണ്ട കാര്യങ്ങൾ അവിടെ മുന്നിൽ പോയി പറഞ്ഞതാണ് തന്നെയും പിന്നെയും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ പീറ്റർ പാസ്റ്റർ തന്റെ ഡിസ്ട്രിക്റ്റിനെ ബാധിക്കുന്ന കാര്യം അവിടെ നിന്ന് ആ വന്ന ആളുകളോടും നടത്തിപ്പുകാരോടും സംസാരിക്കുന്ന കാര്യങ്ങളാണ് എൻ പീറ്റർ പാസ്റ്ററെ പിന്നെയും തന്നെയും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പ്രക്രിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രിയമുള്ളവർ അവരുടെ ഇഷ്ടങ്ങളെ ഉയർത്തി കാണിക്കുവാനും ഈ ഇത്രത്തോളം ഹീനമായ പ്രവൃത്തി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചവരെ വെള്ളപൂശുവാനുമായി കാണിക്കുന്ന ഇത്തരം പ്രവണതകൾ പിന്നെയും നമ്മുടെ സമൂഹത്തെ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ ഖേദകരമായ ഒരു കാര്യം, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചെയർമാനായി
വന്നിരിക്കുന്ന പാസ്റ്റർ പോൾ, അദ്ദേഹം മനസ്സിലാക്കണം, വൈ ജയരാജ് പോലെ, പാസ്റ്റർ വൈ ജയരാജ് പോലെ, പാസ്റ്റർ ഡി മോഹൻ പോലെ ഒക്കെ ഉള്ള ആളുകൾ ഇരുന്ന സ്ഥാനത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എത്ര മാന്യമായിട്ടാണ് ആ കാലങ്ങളിലൊക്കെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എന്റെ പിതാവ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററായിരുന്നു. കുറെ കാലങ്ങൾക്ക് മുൻപ് നോക്കിയാൽ വൈ ജയരാജിന്റെ കുടുംബ ഫോട്ടോ എല്ലാ പാസ്റ്റേഴ്സിനും അയച്ചു കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സമ്മതനായിരുന്നു. എന്നാൽ ഇന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇന്ത്യ ചെയർമാന്റെ സ്ഥിതി എന്നുള്ളത്? ദുരുപദേശങ്ങളുടെ കൂത്താട്ടത്തിന് നിന്ന് കൊടുക്കുന്ന ഒരു ചെയർമാൻ, പോസ്കോ കേസിൽ അകപ്പെട്ടിരിക്കുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന ചെയർമാൻ, എന്തെല്ലാമാണ് ഇതര പെന്തക്കോസ്തുകാരിൽ നിന്ന് ഇതിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ കേൾക്കേണ്ടി വരുന്നത്? ഇതാണോ ഒരു നേതൃത്വത്തിൽ നിന്ന് അതിന്റെ അണികൾക്ക് ഉണ്ടാകേണ്ടുന്ന സൽഗുണങ്ങൾ? അതുകൊണ്ട് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് നന്നായി വരണമെങ്കിൽ ഒരു നല്ല നേതൃത്വം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലാതെ നല്ല നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിരിക്കുന്ന ജനത്തെ മനസ്സ് മടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് പിന്നെയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചാൽ അത് ശരിയായ ചിന്തയല്ല. അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തികളെ ദൈവം തന്നെ വിധിച്ച് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള വളരെ നല്ല പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരുമായിരിക്കുന്നത്. ഞാൻ പാസ്റ്റർ വി കെ ജെയിംസ്, മലബാർ ഡിസ്ട്രിക്റ്റിൽ കൽപ്പറ്റ സെക്ഷനിൽ പ്രസ്ബിറ്ററായി കർത്താവിൽ ശുശ്രൂഷ ചെയ്യുന്നു. ജൂൺ 10, 11 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന AGI കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് ബോധ്യമായ ചില വസ്തുതകളാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. 13 വർഷങ്ങൾക്ക് മുൻപ് സതേൺ ഡിസ്ട്രിക്റ്റിൽ അച്ചടക്ക നടപടിക്ക് വിധേയരായി സമാന്തര ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ അനധികൃതമായി കോൺഫറൻസിൽ പ്രവേശിച്ച് ബഹളമുണ്ടാക്കിയത് കൊണ്ടാണ് കോൺഫറൻസ് അലങ്കോലപ്പെട്ടത്. അല്ലാതെ കോർട്ട് ഓർഡർ ലഭിച്ചതുകൊണ്ടല്ല എന്നത് പകൽ പോലെ സത്യമാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് സതേൺ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം എത്രയോ കോൺഫറൻസുകൾ SIAGയിലും AGIയിലും നടന്നിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും കോൺഫറൻസ് നിർത്തിവെക്കുകയോ ഇലക്ഷൻ നടത്താതിരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അന്ന് നേതൃത്വത്തിൽ ഇരുന്നവർക്ക് നട്ടെല്ലുണ്ടായിരുന്നു. പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവും കരുത്തും അവർക്കുണ്ടായിരുന്നു. 11-ാം തീയതി നടന്ന കോൺഫറൻസിൽ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എന്ന തിരക്കഥ രചിച്ചുകൊണ്ടാണ് ഈ പ്രശ്നത്തെ പോൾ തങ്കയ്യ നേരിട്ടത്. കോൺഫറൻസ് അലങ്കോലമാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് സതേൺ ഡിസ്ട്രിക്റ്റിലെ 72 പേരെ അനധികൃതമായി ഹാളിൽ പ്രവേശിപ്പിച്ചതും മുദ്രാവാക്യം വിളിക്കാൻ ഗ്രീൻ റൂം ഒരുക്കി കൊടുത്തതും. ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്ന സമയത്ത് അവരെ സ്റ്റേജിലേക്ക് കയറ്റി ബഹളം ഉണ്ടാക്കിയത്. ഇതിന്റെ പിന്നിലെ കുൽസിത ബുദ്ധി പാസ്റ്റർ പോളിൻ്റേത് തന്നെ എന്നതിന് സംശയമില്ല. പാസ്റ്റർ പോളിന് ഈ കോൺഫറൻസിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നും ഉണ്ടായ അസഹിഷ്ണുതയിൽ നിന്നും അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഒരു പൊറാട്ട് നാടകമാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. പാസ്റ്റർ പോളിന്റെ പിന്നിലുള്ള കുബുദ്ധികൾ എത്ര വ്യാജ വീഡിയോകൾ പടച്ചുവിട്ടാലും സത്യത്തെ തമസ്കരിക്കാൻ കഴിയില്ല. സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. നേരത്തെ പ്രിയ സാംകുട്ടി പാസ്റ്റർ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കാനിടയായി. ഞങ്ങളുടെ അറിവ് വെച്ച് ഈ മാസം ഒടുവിൽ 28-ാം തീയതിയോ മറ്റോ ജനറൽ പ്രസ്ബിറ്ററി കൂടി തുടർന്ന്
അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കോൺഫറൻസ് നടത്താനും പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് എന്ന് അറിയുവാനിടയായി. ആ നിലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേൾക്കാമല്ലോ. ഇപ്പൊ ഇത്രയും നേരം എല്ലാ ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു. 11ാമത് AG കോൺഫറൻസ് ഈ വിധം അലങ്കോലമായി പാതി വഴിയിൽ പിരിച്ചു വിടേണ്ടി വന്നത് പാസ്റ്റർ പോൾ തങ്കയും തന്റെ അനുയായികളുമാണ് എന്നും അവരുടെ ബോധപൂർവമായ പ്രവൃത്തി ആയിരുന്നു എന്നതിന്റെയും തെളിവുകൾ ഇതുവരെ പറഞ്ഞതിന്റെ പ്രധാന പോയിന്റുകൾ മാത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിലെ പ്രധാനപ്പെട്ട 4-5 പോയിന്റുകൾ ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയാൽ ഈ കോൺഫറൻസ് അവർ ബോധപൂർവമായി അലങ്കോലപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് ജസ്റ്റ് ചുരുക്കി പറയുകയാണ്, ഒരു കാര്യം വിട്ടുപോയത് കൂടെ അതിനകത്ത് ചേർക്കും. ഒന്ന്, AG കോൺഫറൻസിൽ തനിക്ക് മത്സരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ SIAG റീജിയനിൽ നിന്ന് വോട്ടിങ്ങിൽ പരാജയപ്പെട്ടതിന് ശേഷം പാസ്റ്റർ പോൾ തങ്കയ്യ നടത്തിയ പരാമർശങ്ങൾ, പാസ്റ്റർ പോൾ തങ്കയ്യ അയച്ച കത്തുകൾ, വാട്സപ്പുകളിലൂടെ കൊടുത്തിരിക്കുന്ന സന്ദേശങ്ങൾ, ഇവയെല്ലാം നോക്കിയാൽ തന്നെ തന്റെ അസഹിഷ്ണുത കൃത്യമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ്. രഹസ്യമായി ലീഡേഴ്സിന് അയക്കേണ്ട കത്തുകൾ പോലും അദ്ദേഹം ആദ്യം പബ്ലിക്കലി പുറത്തു വിട്ടതിന് ശേഷമാണ് ലീഡേഴ്സിന് കത്തുകൾ പോലും അയക്കുന്നത്. മാത്രമല്ല, ഓരോ റീജിയനുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 3 അംഗങ്ങളെ, നോമിനേറ്റഡ് അംഗങ്ങളുടെ പേര് വിവരങ്ങൾ ഒരു കാരണവശാലും ആ സമയത്ത് പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. അത് ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ജനറൽ പ്രസ്പെക്ടറിൽ അവതരിപ്പിച്ച് അവിടെ വെച്ചത് 6 അംഗം ആയിട്ട് ചുരുക്കി അതിനുശേഷം കോൺഫറൻസ് ഹാളിൽ മാത്രമാണ് അത് പബ്ലിക്കലി അറിയിക്കേണ്ടത്. എന്നാൽ പാസ്റ്റർ പോൾ തങ്കയ്യ SIAGയുടെ നോമിനേഷൻ എലക്ഷൻ കഴിഞ്ഞ അന്ന് തന്നെ താൻ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഇന്ന് SIAGയുടെ പ്രസ്ബിറ്ററി മീറ്റിംഗ് ആയിരുന്നു, കഴിഞ്ഞു, എന്നെ അവർ ഒമിറ്റ് ചെയ്തു, ഇന്ന ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പബ്ലിക്കലി പറഞ്ഞ് നിയമത്തെ വയലേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിനുശേഷം താൻ നടത്തിയ നിരന്തരമായ കത്തുകൾ വാട്സപ്പിലൂടെ കൊടുക്കുന്നത് എല്ലാം തന്റെ അസഹിഷ്ണുതയെ, ഈ സ്ഥാനം നഷ്ടപ്പെട്ടതിലുള്ള തന്റെ ആ ബുദ്ധിമുട്ടുകളെ കൃത്യമായി വെളിപ്പെടുത്തുന്നതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ കാര്യം, ജനറൽ പ്രസ്ബിറ്ററി മീറ്റിംഗിൽ പാസ്റ്റർ പോൾ തങ്കയ്യക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കണമെന്ന് നേരത്തെ അത് സൂചിപ്പിച്ചിട്ടില്ല, പ്രസ്ബിറ്ററി മീറ്റിംഗിനെ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ അവിടെ സംഭവിച്ച ഒരു കാര്യം കൂടി ഇതാണ്, ജനറൽ പ്രസ്ബിറ്ററി മീറ്റിംഗിൽ പാസ്റ്റർ പോൾ തങ്കയ്യെ ഏതെങ്കിലും വിധത്തിൽ ഈ 9 അംഗം കൂടാതെ അദ്ദേഹത്തിന്റെ പേരുകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹം തന്നെ ഒരുതരം കെഞ്ചിയുള്ള അപേക്ഷകളായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം വളരെ മോശം പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അത് നിയമപരമായി സാധുതയില്ലാത്തതാണെന്ന് പ്രസ്ബിറ്ററി അംഗങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ഒടുവിൽ നിവർത്തിയില്ലാതെ അതിന് വഴങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്ഥാനത്തിൽ നിലനിൽക്കാൻ വേണ്ടി അങ്ങേ അറ്റം വരെ പരിശ്രമിക്കുന്ന ആളെയാണ് ജനറൽ പ്രസ്ബിറ്ററി മീറ്റിംഗിലും ആളുകൾ കണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ കൊണ്ട് തന്നെ ഇനി പ്രസ്ബിറ്ററി മീറ്റിംഗിൽ തന്റെ പേര് വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ കോൺഫറൻസിന് നടത്തരുത് എന്നുള്ളത് കൊണ്ട് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെ കൊണ്ട് മെയ് മാസത്തിൽ തന്നെ കോടതിയിൽ കേസ് കൊടുപ്പിച്ച് ഈ കോൺഫറൻസിന് സ്റ്റേ വാങ്ങുക എന്നുള്ള തന്റെ ആ തന്ത്രവും നമ്മൾ കണ്ടു. അതും ഈ കോൺഫറൻസ് താൻ ബോധപൂർവമായി അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്നതിന്റെ തെളിവായി ഇവിടെ നിരത്തിയിട്ടുള്ളതാണ്. നാലാമത്തെ കാര്യം, 10-ാം തീയതി നടന്ന ജനറൽ പ്രസ്ബിറ്ററി മീറ്റിംഗിന്റെ തീരുമാനത്തിന് വിഭിന്നമായി AGIയിലെ പ്രസ്ബിറ്ററി അംഗങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കോൺഫറൻസ് നടപടികൾ പിറ്റേ ദിവസം വലിച്ചു നീട്ടിയതും അതിന്റെ തെളിവാണ്. 5-ാമത്തെ കാര്യം, ഒരു പോലീസ് വന്നിട്ട് ASIയും ഒരു കോൺസ്റ്റബിളും വന്ന് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കോൺഫറൻസ് പിരിച്ചുവിടാൻ അദ്ദേഹം എടുത്ത വ്യഗ്രത കൂടെ കണ്ടാൽ ഈ കോൺഫറൻസ് ഈ വിധത്തിൽ അലങ്കോലമാക്കി നശിപ്പിക്കാൻ തന്റെ സ്ഥാനത്ത് കുറച്ച് ദിവസമെങ്കിൽ അത്രയും ദിവസം കൂടെ കടിച്ചു തൂങ്ങാൻ പാസ്റ്റർ പോൾ തങ്കയ്യ എടുത്ത അടവും അദ്ദേഹത്തിന്റെ അനുയായികൾ കൊടുത്ത പിന്തുണയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതെല്ലാം അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. സമയവും പണവും ചെലവഴിച്ച്
ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥ സ്നേഹ നിമിത്തം ത്യാഗപൂർവ്വം ഇന്ത്യയുടെ അറുതികളിൽ നിന്ന് വന്ന മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ട് പാസ്റ്റർ പോൾ തങ്കയെയും അയാളുടെ അധികാര മോഹത്തിനും അഹന്തയ്ക്കും വേണ്ടി കാട്ടിക്കൂട്ടിയ പ്രകടനങ്ങൾ മാത്രമായിരുന്നു ആ കോൺഫറൻസിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ സാധാരണക്കാരായ സ്നേഹമുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രിയപ്പെട്ടവർ പോയി അലങ്കോലമാക്കിയ ഒരു സംഭവം അല്ല അവിടെ നടന്നിട്ടുള്ളതെന്ന് ഈ ഇത്ര നേരം വിവിധ പാസ്റ്റർമാർ വിവിധ കാര്യങ്ങളിൽ പറഞ്ഞ ഇതിന്റെ സംക്ഷിപ്തത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ വിശദീകരണങ്ങൾ കേട്ടു. ഓൾമോസ്റ്റ് കാര്യങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞത് ഞാൻ മനസ്സിലായിട്ടുണ്ട്. വീഡിയോയിൽ അതെല്ലാം ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, ഈ പോൾ തങ്കയ്യയെ മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾ ചേർന്ന് ഒഴിവാക്കി എന്നൊരു ആരോപണമാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതായത് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെടാതിരുന്നത് വളരെ ബോധപൂർവം മലയാളികളായിട്ടുള്ള ലീഡേഴ്സ് തന്ത്രപൂർവം ചെയ്തതാണ് എന്നൊരു ആരോപണമാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്ന ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെയർമാന് അടുത്ത ഇലക്ഷനിൽ നിൽക്കാമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നൊറ്റ പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അങ്ങനെ ഒരു വാദം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതിനൊരു വാക്ക് പറയുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. SCAG എന്ന് പുള്ളിയുടെ പേര് മലയാളികൾ മനഃപൂർവ്വം മാറ്റി എന്നുള്ള വാദം വളരെ കള്ളമാണ്, പച്ചക്കള്ള. കാരണം SCAG എന്ന് പറയുന്നത് 8 ഡിസ്ട്രിക്റ്റ് ആണ്. 8 ഡിസ്ട്രിക്റ്റ് അടങ്ങുന്നതാണ് SCAG, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്. ഈ പ്രസ്ബിറ്ററി അംഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടും സെക്രട്ടറിമാരാണ് ഈ പ്രസ്ബിറ്ററി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 8 ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഡിസ്ട്രിക്റ്റ്, കർണാടക ഡിസ്ട്രിക്റ്റ്, ആന്ധ്ര ഡിസ്ട്രിക്റ്റ്, സെൻട്രൽ ഡിസ്ട്രിക്റ്റ്, മലയാളം, മലബാർ, മഹാരാഷ്ട്ര, വെസ്റ്റേൺ ഡിസ്ട്രിക്ട് എന്നുള്ള 8 ഡിസ്ട്രിക്ട് ചേർന്നാണ് ഈ പ്രസ്ബിറ്ററി മെമ്പേഴ്സ് ആയിരിക്കുന്നത്. ആ 8 ഡിസ്ട്രിക്റ്റിലുമായിട്ട് മലയാളികളല്ല ഭരിക്കുന്നത്. അതാത് ഭാഷകളിലുള്ള അതാത് ലോക്കൽ ഡിസ്ട്രിക്റ്റിലുള്ള സൂപ്രണ്ടുമാരും സെക്രട്ടറിയുമാണ് ഈ പ്രസ്ബിറ്ററിയിൽ സംബന്ധിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സെൻട്രൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എന്ന് വെച്ചാൽ പാസ്റ്റർ പോൾ തങ്കയുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഇതുപോലെ 2 പേരുണ്ടായിരുന്നു ആ ഇലക്ഷൻ പ്രോസസ് സമയത്ത്. അവിടെ മലയാളികളാണ് ചെയ്യുന്നതെന്നോ തമിഴ് ചെയ്യുന്നതെന്നോ ഒരു കാര്യത്തിനും പ്രസക്തിയില്ല. വോട്ടിങ്ങില് മെജോറിറ്റി 2/3 ആർക്കാണ് ലഭിക്കുന്നത് അവരായിരിക്കും ഇലക്ഷൻ നിൽക്കുന്നത്. അതിലപ്പുറം വേറൊരു ആർക്കും ഒന്നും മറിക്കാനോ അട്ടിമറിക്കാനോ ഒന്നും സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, എക്സിസ്റ്റിംഗ് ചെയർമാന് തുടരാം എന്നുള്ള ക്ലോസ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. അതങ്ങനെ ഒരു പച്ചക്കള്ളമാണ്. 100% തെറ്റാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടില്ല. അടുത്ത ഒരു ചോദ്യം, ഒരു കാര്യം അവർ ഉന്നയിക്കുന്നത് ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ആഡ് ചെയ്തോട്ടെ. ഇവര് വാദമുഖമായിട്ട് പറയുന്ന 3 മലയാളികൾ വന്നു എന്ന് പറയുന്ന വാദത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ. SIAG-ൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 3 പേരാണ്. റവറൻഡ് ഡോക്ടർ VT എബ്രഹാം, റവറൻഡ് ഡോക്ടർ KJ മാത്യു, റവറൻഡ് എബ്രഹാം തോമസ്. ഇതിൽ VT എബ്രഹാം പാസ്റ്ററും KJ മാത്യു സാറും അവർ 2 പേരും മലയാളികളാണ്. എബ്രഹാം തോമസ് പാസ്റ്റർ തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ വളർന്ന് തമിഴ് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ സൂപ്രണ്ടന്റായി, അതോടൊപ്പം തന്നെ ഒരു 3 ഡെക്കേഡിന് മുകളിലായി തമിഴ് ഡിസ്ട്രിക്ട് കൗൺസിലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഒരു പാസ്റ്ററാണ് പാസ്റ്റർ എബ്രഹാം തോമസ് എന്നുള്ളത്. SIAG-യുടെ നിലവിലുള്ള സൂപ്രണ്ടന്റ് ആയിരിക്കുന്ന എബ്രഹാം തോമസ് എന്നുള്ളതും കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം. അടുത്ത ഒരു വാദം അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും
ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ പോൾ തങ്കയുടെ 3 വർഷത്തെ ഭരണകാലഘട്ടം അഭൂതപൂർവമായ വളർച്ചയുണ്ടായ, വളരെയധികം കാര്യങ്ങൾ ചെയ്ത കാലഘട്ടമായിരുന്നു. മറ്റ് ചെയർമാൻമാരുടെ എല്ലാം കാലഘട്ടത്തെക്കാൾ കൂടുതൽ സഭാ വളർച്ചയുണ്ടായ, വലിയ വികസനമുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അത് സമുദ്ര പാസേ ഞാനും അതിന്റെ ആമുഖത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു. ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നിലവിലെ കമ്മിറ്റി മുഖാന്തരം ഏത് ഡിസ്ട്രിക്റ്റിലാണ് വളർച്ച ഉണ്ടായത്? ഇത് വാക്കിൽ മാത്രം ഉണ്ടായ വളർച്ചയാണ്. അല്ലാതെ യാഥാർത്ഥ്യം പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബക്കറ്റ് സ്നാനം പോലെ ദൈവവചനത്തിന് ഒരു കാലത്തും നിരക്കാത്ത വചനവിരുദ്ധ നടപടികളും പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത് പോലുള്ള ദുരുപദേശത്തിന്റെ അങ്ങേ അറ്റത്തെ കാര്യങ്ങളും ജോന്റെ ജവരാജിനെ പോലെ പോക്സോ കേസിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ കാണിച്ച വ്യഗ്രതയ്ക്ക് അപ്പുറത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യക്ക് പാസ്റ്റർ പോൾ തങ്കയുടെ ശുശ്രൂഷ കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ആ പറയുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യമില്ല. അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയണം. ഈ പാസ്റ്റർ രവിമണിയുടെ നേതൃത്വത്തിൽ ഇറക്കിയ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടു. ഇവിടെ ആൾക്കൂട്ടത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ പറയുന്നു, അവിടെ 40,000 പേര് പാസ്റ്റർ പോൾ തങ്കയുടെ സഭയിൽ ആരാധനിക്കാൻ വരുന്നു എന്ന് പറയും. 40,000 പേര് വരുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അന്നൊന്നും ഇല്ലാത്ത ആൾക്കൂട്ടവും പ്രശ്നമാണോ 1600 പേര് കൂടിയപ്പോ ഇവർ ഈ പറയുന്നത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതും സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സാധാരണഗതിയിൽ ഒരു പ്രസ്പെക്ടർ പോലും പറയാത്ത കാര്യങ്ങളാണ്. വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വരെ അദ്ദേഹം ഓൾ ഇന്ത്യ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനകത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിശക്തി തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ സൂപ്രണ്ടിന്റെ സ്ഥാനത്തിനോ മാന്യതയ്ക്കോ നിരക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത് 100% അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രസ്ബിറ്ററി അജണ്ട നിശ്ചയിച്ചത്, ഇവിടുത്തെ കോൺഫറൻസിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് ആരാണ് ശരിക്കും നിശ്ചയിച്ചത്? ഓൾ ഇന്ത്യ സൂപ്രണ്ടാണ്. ഓൾ ഇന്ത്യ സൂപ്രണ്ട് ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആലോചിച്ചെടുത്ത തീരുമാനമാണോ അതോ സൂപ്രണ്ടിന്റെ മാത്രം തീരുമാനമാണോ? അന്നവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറയുമെന്ന് എനിക്കറിയത്തില്ല. ബഹുമാനപ്പെട്ട പാപ്പി മത്തായിക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. ഈ അജണ്ട നിശ്ചയിച്ചതെല്ലാം ചെയർമാൻ എന്നുള്ള നിലയിൽ പാസ്റ്റർ പോൾ തങ്കയ തന്നെയാകണം. ഈ സദേൺ ഡിസ്ട്രിക്റ്റിലെ പ്രശ്നങ്ങൾ, സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാസ്റ്റേഴ്സ് അല്ലെ പുറത്തു പോയെന്ന് നിങ്ങൾ പറയുന്ന പാസ്റ്റേഴ്സ്, അവരുടെ ഇഷ്യൂ ഈ 13 വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല? 13 വർഷവും ഈ വിഷയം ഇങ്ങനെ സജീവമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ സദേൺ ഡിസ്ട്രിക്റ്റിലെ നിന്ന് പിരിഞ്ഞുപോയ ഈ 72 പാസ്റ്റേഴ്സ് ഇതിനു മുമ്പ് നടന്ന സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ ബോഡിയിൽ അല്ലെങ്കിൽ കോൺഫറൻസിൽ അവർ പങ്കെടുത്തിരുന്നോ? അതിന് ഞാനൊരു ആൻസർ പറയുന്നു സാർ. അതില് 13 വർഷം കൊണ്ട് നിലവിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. 2019 ഏകദേശം 85% ആൾക്കാരും തിരിച്ചു വന്നിട്ടുള്ളത്. ഇനി ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ക്രെഡൻഷ്യൽ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഏകദേശം 9 പേര് മാത്രമേ പുറത്തുള്ളൂ. ഇവർ പറയുന്നത് പോലെ 70 പേരോ 130 പേരോ പുറത്തില്ല. അത് ഒരു വളരെ സത്യാവസ്ഥമായ ഒരു കാര്യമാണ്. എന്നാൽ എങ്ങനെയാണ് 70 പേരെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് അവർ ആഡ് ചെയ്തതാണ്. അവരാവശ്യപ്പെട്ട ഒരു കാര്യം, ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം. എന്തോ ശരിയോ തെറ്റോ ഞങ്ങളെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പോലും ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയും SAG സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി കൺസിഡർ ചെയ്തു. ഈ കഴിഞ്ഞ മാസം വരേക്കും ഒരു സമാധാന സംസാരം അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ആ പോയവർക്കെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പാസ്റ്റേഴ്സിനെ. അപ്പൊ ആ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അവിടുന്ന് ആരൊക്കെ ഉണ്ട് അവരൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള അതിന്റെ അപ്ലിക്കേഷൻ ഫോം, നിങ്ങളുടെ പാസ്റ്റേഴ്സിന്റെ ലീഡേഴ്സ്, നിങ്ങൾ എടുത്തവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് വരിക എന്ന് പറഞ്ഞ് 11 പ്രാവശ്യം ബാംഗ്ലൂർ, ട്രിവാൻഡ്രം,
ഇവിടെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായി ചെന്നൈയിൽ 4 സ്ഥലങ്ങളിൽ 11 പ്രാവശ്യം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് അവരെയും വിളിച്ച് സംസാരിക്കുകയും നമ്മളെ വിളിച്ച് സംസാരിപ്പിക്കുകയും പല തീർപ്പിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, കഴിഞ്ഞ മാസം ഉൾപ്പെടെ. പക്ഷെ അവര് തലപ്പത്തിൽ നിൽക്കുന്ന ഒരു 3-4 പേര് എന്ന് വെച്ചാൽ, സാറിനോട് ഞാൻ കുറച്ചുകൂടെ അത് പറഞ്ഞാൽ വ്യക്തമാകത്തുള്ളൂ. താഴെ നിൽക്കുന്ന 70 പാസ്റ്റേഴ്സിനും എല്ലാ ഡീറ്റെയിൽസും അറിയത്തില്ല, അവരൊരു പാവം പിടിച്ച പാസ്റ്റേഴ്സാണ്. എന്നാൽ തലപ്പത്തിൽ നിൽക്കുന്ന ഇന്ന് അവരുടെ ഗ്രൂപ്പിൽ, വിമത ഗ്രൂപ്പിൽ എടുത്തു വെച്ചിരിക്കുന്ന അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് പറയുന്ന ആളുടെ മകന് 3 കല്യാണം കഴിച്ചിരിക്കുന്നത്. 3 കല്യാണം. അവനെ ഇവിടെ പാസ്റ്റായിട്ട് എടുക്കണമെന്നാണ് അവർ ആദ്യത്തെ ഒരു അവകാശം. 3 കല്യാണം കഴിച്ച ഒരാളിനെ നമ്മുടെ ഇവിടെയിൽ പാസ്റ്റായിട്ട് എടുക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതൊരു സാധാരണ കാര്യം. രണ്ടാമത്, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ പാസ്റ്ററും പാസ്റ്ററുടെ ഭാര്യമാരും നിർബന്ധമായിട്ട് ആഭരണങ്ങൾ അണിയാൻ പാടില്ല. ഈ വ്യവസ്ഥയ്ക്ക് അവിടെ ഗ്രൂപ്പിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, ഇന്ന് എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ സമ്മതിക്കരുത്? ഞങ്ങൾ പറയുന്നത് എന്തുവാ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അതുപോലെ മിനിസ്റ്റർ ചെയ്യുക. അസംബ്ലീസ് ഓഫ് ഗോഡിൽ പാസ്റ്ററും പാസ്റ്റർ ഭാര്യയും ജുവൽസ് അറിയാൻ പാടില്ല. ഈ വ്യവസ്ഥ അങ്ങനെ നിയമമുണ്ടോ? ഞങ്ങളുടെ ഡിസ്ട്രിക്ട് നിയമത്തിൽ ഉണ്ട്. അല്ല, അത് ഓരോ ഡിസ്ട്രിക്റ്റിന് ഓരോ നിയമമാണോ? ആൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നിയമമുണ്ട്. അതിന്റെ താഴെ ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നിയമത്തിന് ഉൾപ്പെട്ട് ഓരോ പ്രാദേശിക ഡിസ്ട്രിക്റ്റിനും ഒരു നിയമ പുസ്തകമുണ്ട്. അവിടെ ഈ ആഭരണം പോലുള്ള പൊതുവായ കാര്യങ്ങളിൽ അങ്ങനെ വ്യത്യസ്തമായ തീരുമാനങ്ങളോ നിയമങ്ങളോ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഓരോ പ്രാദേശിക ഡിസ്ട്രിക്റ്റിനും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാക്കുവാനും അതിൻ്റെതായ നിലയിൽ നടപ്പിലാക്കാനുള്ള ഒരു കാര്യം, ഒരു പെർമിഷൻ ഓൾറെഡി നമുക്കുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഉണ്ട്, തുടങ്ങിയ കാലം മുതലേ ഉണ്ട്. സോ ഞങ്ങളുടെ നിയമത്തിൽ വളരെ വ്യക്തമാണ്, ജുവൽസ് ഉപയോഗിക്കുന്ന പാസ്റ്റേഴ്സും ഭാര്യമാരോ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവരുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആള് ജുവൽസ് ഉപയോഗിക്കുന്ന ആളാണ്, ജുവൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് അകത്തോട്ട് വന്നാൽ 100% അവർക്ക് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നാളെ നിലനിൽപ്പുണ്ടാവില്ല. ഈ ഒരു പ്രത്യേക കാര്യം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെ വരാൻ വിടാതിരിക്കുന്നതും അവർ വരാതിരിക്കുന്നതും. ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പോൾ തങ്കയ്യ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ പോക്സോ കേസിലെ പ്രതിയെ സഹായിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരുത്തി നിർത്താൻ അസംബ്ലീസ് ഓഫ് ഗോഡിന് സാധിച്ചില്ല? ഇങ്ങനത്തെ ഉപദേശത്തിന് വിരുദ്ധമായ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത ഒരു ചെയർമാന്റെ കീഴിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും കാലം ഇരിക്കാൻ പറ്റി? ആരും ഒരു ശബ്ദം ഉയർത്തിയില്ലല്ലോ ആ കാര്യത്തിൽ. അല്ല, ഞങ്ങളത് പബ്ലിക്കില് ശബ്ദം ഉണ്ടാക്കില്ലെന്നേ ഉള്ളൂ. എന്നാൽ സൗത്ത് ഇന്ത്യയുടെ ആയാലും ശരി, ഓൾ ഇന്ത്യയുടെ പ്രസ്ബിറ്ററിയിലായാലും ശരി, ഈ വിഷയം വരികയും അന്നത്തെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നതിൽ ഒരു AGയുടെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന പാസ്റ്റേഴ്സിൽ പ്രധാനമായി പാസ്റ്റർ D. മോഹൻ അവർ ഉൾപ്പെടെ ഈ പ്രശ്നം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറയുകയും നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് വളരെ വേഗത്തിൽ തന്നെ അത് തിരുത്തണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ തിരുത്തിക്കൊള്ളാം സാറേ, ഞാൻ എല്ലാം ഒരു ക്ഷമയൊക്കെ ചോദിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ആ സ്നാനം എടുത്തവർക്കെല്ലാം വീണ്ടും ശരിക്കുള്ള സ്നാനം ഞാൻ കൊടുത്തോളാം എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ല, അദ്ദേഹം സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തിൽ വീണ്ടും തുടരുവാനും ആ ഒരു സമ്മതത്തിന് ശേഷമാണ് അദ്ദേഹം ജനറൽ സൂപ്രണ്ടായിട്ട് വരുന്നത്. ഇതാണ് സത്യാവസ്ഥ. ആ സംഭവം ജനറൽ സൂപ്രണ്ടായി വരുന്നതിന് മുമ്പാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്നാനം നടത്തിയത്. അങ്ങനെയുള്ള ഒരാളെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ സൂപ്രണ്ടായി നിങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുത്ത് വെച്ചത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അദ്ദേഹം ഉപദേശവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റാനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളത്. ബക്കറ്റ് സ്ഥാനം മാത്രമല്ല ഇവിടുത്തെ റീസൺ, അദ്ദേഹം ജനറൽ സൂപ്രണ്ട് ആയതിനു ശേഷം പോസ്കോ കേസിൽ അകപ്പെട്ടതായ ഒരു വ്യക്തിക്ക് പുള്ളി ജനറൽ സൂപ്രണ്ട് ആയതിനു ശേഷമാണ് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇനി അദ്ദേഹം പേഴ്സണലായിട്ട് ചെയ്യുന്നതല്ല ഇവിടെ പ്രോബ്ലം. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം അദ്ദേഹത്തിന്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ വളരെ വിമർശനമായിട്ട് ഉണ്ടായിട്ടുള്ളത്. സോ പുള്ളി ഈ ബക്കറ്റ് സ്നാനം ഒരൊറ്റ വിഷയമാണ്, അതിന് പുറകെ തുടർന്ന് വരുന്നുണ്ട്.
അല്ല, നിങ്ങളുടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഉപദേശപരമായ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. ആ ഉപദേശപരമായ വീഴ്ചയോടുകൂടെ അദ്ദേഹത്തെ ഒരിക്കൽ ജനറൽ സെക്രട്ടറി ആയി ജനറൽ ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചെയർമാനായി നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തതാണ്. അത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പറയുന്നത് അദ്ദേഹം പണ്ട് ഇങ്ങനെ നടത്തിയിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ചോദിച്ചു. അതിനകത്ത് ഈ നേരത്തെ പാസ് ലാജി പറഞ്ഞതുപോലെ അദ്ദേഹം ലീഡേഴ്സിനോട് അദ്ദേഹത്തിന്റെ ഈ ഓൾ ഇന്ത്യ സൂപ്രണ്ട് ആകുന്നതിന് മുമ്പ് ബക്കറ്റ് സ്ഥാനം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ലീഡേഴ്സിനോട് ക്ഷമാപണം നടത്തിയിരുന്നു. വ്യക്തിപരമായ ക്ഷമാപണം നടത്തുകയും തിരുത്താമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തുകൊണ്ടാണ് നടപടികൾ അവിടെ വച്ച് അവസാനിപ്പിച്ചത്. തന്നെയല്ല, അദ്ദേഹം ഒരു കാലത്ത് ഒരു നല്ലൊരു സഭ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരാൾ കൂടിയാണ് പാസ്റ്റർ പോൾ തങ്കയ്യ. അതുകൊണ്ട് തന്നെ പരമാവധി അദ്ദേഹത്തോട് ഈ പ്രസ്ഥാനം ക്ഷമിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ നിരന്തരമായി തെറ്റുകൾ ഒരിക്കലും അദ്ദേഹം തിരുത്തുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് ഈ സ്ഥാനത്ത് വന്നിട്ട് ഈ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇതൊരു അലങ്കാരമായിട്ട് തന്നെ നിരന്തരമായി അദ്ദേഹം നിയമങ്ങൾ ലംഘിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പെടുന്നു. അതിന് ഈ പ്രസ്ഥാനത്തിന്റെ പേരും ഈ പ്രസ്ഥാനത്തിന്റെ ജനവും കോൺഫറൻസും അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതലയും കൂടെ അദ്ദേഹം തെറ്റായ വഴിക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ന് ആളുകൾക്ക് മുഴുവനും ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. കാരണം അദ്ദേഹം ഒരു കാരണവശാലും തിരുത്താൻ അദ്ദേഹം പ്രയാസമുള്ളതുകൊണ്ട്. ചെയർമാൻ ആയി കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ബക്കറ്റ് സ്നാനം ഒന്നും നടത്തിയിട്ടില്ലല്ലോ. ഇല്ല, പച്ചവെള്ളം വീഞ്ഞാക്കി അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ തുടങ്ങുന്ന പല പിന്നെ അദ്ദേഹം ചെയ്യാണ്. പിന്നീട് ബക്കറ്റ് സ്നാനം നടത്തിയിട്ടില്ല. കർത്താവും ചെയ്തിട്ടുള്ള കാര്യമല്ലേ, അതല്ലേ ചെയ്ത പുള്ളി. കർത്താവ് ചെയ്ത് കുപ്പിയിലെ വെള്ളം പച്ചവെള്ളം വീഞ്ഞാക്കിയായിരുന്നില്ലല്ലോ സാറേ. അല്ല, കുപ്പിയിലോ പാത്രത്തിലോ എന്തുവാട്ടെ, കർത്താവ് ചെയ്തൊരു കാര്യം പുള്ളി ചെയ്തതിനെ നിങ്ങൾ ദുരുപദേശമായിട്ട് പറയുന്നത് എങ്ങനെയാ? കർത്താവ് പോക്സോ കേസിലെ പ്രതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അല്ല, പോക്സോ കേസിലെ പ്രതി പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റമില്ലാത്തവൻ കല്ലെറിയട്ടെന്ന് പറഞ്ഞ് സംരക്ഷിച്ച ഒരു കർത്താവിന്റെ ശിഷ്യന്മാരെ നമ്മള്. അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു കേസ് വന്നെന്ന് വിചാരിച്ച് അയാൾ കുറ്റവാളിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. കേസ് വന്നു, ആ കേസിൽ വിധി വന്നിട്ടില്ല. അയാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? പക്ഷേ അസംബ്ലി നമ്മൾ പിന്നെ ക്രിസ്തുവിന്റെ ശിഷ്യരാന്ന് പറയുന്നതിൽ എന്നാ അർത്ഥം ഇരിക്കുന്നത്? ഒരു മനുഷ്യനൊരു തകർച്ച ഉണ്ടാകുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലേ പോൾ തങ്കയ്യ ചെയ്തത്. ഉൾപ്പെട്ടിരിക്കുന്ന ആ കുട്ടികൾക്കൊരു നീതി ഇല്ലേ? നീതിയുടെ കാര്യം വരട്ടെ. ആ മനുഷ്യൻ കേസിൽ ഒരാൾ പ്രതിയായി, പക്ഷെ അയാൾ തെറ്റ് ചെയ്തു എന്ന് ഇന്ത്യയിലെ ഒരു കോടതിയും വിധിച്ചിട്ടില്ല. അന്വേഷണങ്ങളിൽ അയാൾ തെറ്റുകാരനാണെന്ന്, കുറ്റവാളിയാണെന്ന് ഒരു കേസിൽ ഒരു വിധി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെ സംരക്ഷിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അയാൾ ചിലപ്പോൾ ഒരു ഇന്നസെന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. വന്നിട്ടുണ്ട്. ഒരു പള്ളിയിൽ അച്ഛൻ തന്നെ ഇതുപോലെ പോക്സോ കേസ് പ്രതിയായപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്ന നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം ഈ പോക്സോ കേസിൽപ്പെട്ട അയാളുടെ നിരപരാധിത്വം തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ കാര്യം. അസംബ്ലീസ് ബോർഡിന്റെ ലീഡറായി ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അസംബ്ലീസ് ബോർഡിന് പുറത്തുള്ള ഒരാൾക്ക് പോക്സോ കേസ് വരുമ്പോ അയാൾക്ക് സുപ്രീം കോടതിയുടെ വക്കീലിനെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ അതല്ല അദ്ദേഹത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ, നിങ്ങൾ ആ പറയുന്നതിന്റെ കാര്യത്തിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പോൾ തങ്കയ്യ ചെയ്തത് ശരിയാണെന്ന് പറയല്ല ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ബക്കറ്റ് കൊണ്ട് സ്നാനം നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് AGയുടെ ജനറൽ സൂപ്രണ്ടാക്കി വെച്ച നിങ്ങൾ ആണ് ഒന്നാമത്തെ കുറ്റവാളികൾ. രണ്ടാമതേ ഉള്ളൂ അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. അവിടെയാണ് വിഷയം. അതുകൊണ്ട് എനിക്ക് അത് നമ്മൾ അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അതല്ല നമ്മുടെ വിഷയം. അത് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം, ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്:
എന്താണ് അടുത്ത നടപടി? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നേരിടാൻ പോകുന്നത്? അദ്ദേഹത്തെ AG യിൽ നിന്ന് പുറത്താക്കുമോ? അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നവരെ പുറത്താക്കുമോ? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് അടുത്ത കാര്യം. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ഉത്തരം ഞങ്ങൾക്ക് ഇപ്പൊ പറയുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. കാരണം അതിന് അസംബ്ലീസ് ബോർഡിൻ്റെതായിട്ടുള്ള നിയമപരമായ പ്രൊസീജിയർ ഉണ്ട്. അതിന് ഈ സമീപകാലത്ത് തന്നെ പ്രസ്പെക്ടറി വിളിച്ചിട്ടുണ്ട്. ആ പ്രസ്പെക്ടറി ഈ കാര്യം ചർച്ച ചെയ്തിട്ട് അസംബ്ലീസ് ബോർഡിന്റെ നിയമപരമായിട്ടുള്ള കാര്യം ഈ വിഷയത്തിലുണ്ടാവും. 26-ാം തീയതി ഓൾ ഇന്ത്യ ഇതിനു വേണ്ടി ഓൾ ഇന്ത്യ പ്രസ്പെക്ടറി പ്രത്യേകം ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി കൂടാൻ പോവുകയാണ് ഉടനെ തന്നെ. അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. അതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞങ്ങൾ ഇതിൽ പറയുന്നത് അനൗചിത്യമാണ്. ജൂൺ മാസം ആക്ച്വലി അങ്ങനെ ഒരു ഓൾ ഇന്ത്യ പ്രസ്പെക്ടറി വിളിക്കണമെങ്കിൽ ഈ പോൾ തങ്കയ്യ തന്നെ വേണ്ടേ അത് വിളിക്കാൻ? അദ്ദേഹം വിളിക്കാൻ തയ്യാറായില്ലെങ്കിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാർക്ക് അത് വിളിക്കാനുള്ള നിയമമുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, അത് വിളിക്കൽ നടന്നിട്ടുണ്ടോ അതോ നിങ്ങൾ ഈ പറയുന്നത്? ജൂൺ മാസം 26-ാം തീയതി ചെന്നൈയിൽ പാസ്റ്റർ ഡി മോഹന്റെ ചർച്ചിലേക്ക് ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പാസ്റ്റർ പാപ്പി മത്തായി, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ പാപ്പി മത്തായി 30 ഡിസ്ട്രിക്ട് കൗൺസിലേക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതാണ്. ജൂൺ മാസം 26-ന് ചെന്നൈയിലേക്ക് പാസ്റ്റർ പാപ്പി മത്തായി ജനറൽ സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അന്നാണ് തീരുമാനം എടുക്കുക. ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് പറയട്ടെ. അദ്ദേഹത്തിന്റെ കാലത്ത് അസംബ്ലീസ് ബോർഡിൽ ഉണ്ടായ വളർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ആഘോഷിക്കപ്പെടുന്നതിലെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ചർച്ചസിനെ ഒരുപാട് അസംബ്ലീസ് ബോർഡിലേക്ക് എടുത്തു. അത് മെയിനായിട്ടും സെൻട്രൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൂടാതെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന സഭകളെ അതിന്റെ ഉപദേശ ശുദ്ധിയോ അതിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ അതിനകത്ത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാര്യമല്ല അത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കാത്തത്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി എടുക്കുന്നു എന്നുള്ളത് അതൊരു ദീർഘകാല ഈ സ്ഥാനത്ത് തുടരാൻ വേണ്ടിയുള്ള ഒരു അജണ്ട അല്ല എന്ന് പറയാൻ സാധിക്കുമോ? യാതൊരുവിധ ഉപദേശ ശുദ്ധി ഇല്ലാത്തൊരു വലിയ സമൂഹത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം അസംബ്ലീസ് കൊണ്ട് ക്രെഡൻഷ്യൽ കൊടുക്കുകയാണ്, അംഗീകാരം കൊടുക്കുകയാണ്. പാസ് നേരത്തെ ചോദിച്ചു, ബക്കറ്റ് സ്നാനം ചെയ്ത ഒരാൾ പിന്നെ എങ്ങനെ അധികാരത്തിൽ വന്നുവെന്ന്. ഇത് ഭയത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. പാസ്റ്റർ പോൾ തങ്കയുടെ ലോകം ഒരു സെലിബ്രിറ്റി മോഡിൽ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് കുറെ ഫാൻസ് ഉണ്ട്. ഈ ഫാൻസും അദ്ദേഹം ചേർന്നിട്ട് അസംബ്ലീസ് ബോർഡിനെ നയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അല്ല, ഞാനത് തന്നെ ചോദിച്ചത്. 2500ഓളം സഭകൾ അദ്ദേഹത്തിന്റെ ഡിസ്ട്രിക്റ്റിൽ അല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഓൾ ഇന്ത്യ ഇലക്ഷൻ വരുമ്പോൾ പുള്ളിയെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഇതൊരു ക്രൈസിസ് ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു ക്രൈസിസ് ആണ്. ഒരു നേതൃസ്ഥാനത്തിരുന്ന ഒരാൾ ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കലാണ്. അത് വലിയൊരു വിഷയം തന്നെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം കോൺഫറൻസ് അലങ്കോലപ്പെട്ടു എന്നുള്ളത് മാത്രമായതുകൊണ്ട് നമുക്ക് അതിൽ പരിമിതപ്പെടുത്താമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എനിവേ അസംബ്ലീസ് ഓഫ് ഗോഡ് പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ഒന്നിന് ഉണ്ടായ ദുഃഖകരമായ ഒരു കാര്യമാണ് അതിന്റെ ജനറൽ ബോഡി പിരിച്ചുവിടേണ്ടി വന്നു എന്നുള്ളത്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കേണ്ടതും സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകേണ്ട, പ്രത്യേകിച്ച് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിന്റെ നിയമങ്ങൾ കൂടെ പാലിച്ചു വേണമല്ലോ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ അടുത്തൊരു പ്രസ്പെക്ടറി കൂടി നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇത് ഇന്ത്യ പോലൊരു രാജ്യത്ത് സൊസൈറ്റികൾ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു അധികാര സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റി പുതിയൊരാളെ നിയമിക്കുക അല്ലെങ്കിൽ പുതിയൊരു ഇലക്ഷൻ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു തർക്കമുണ്ടായി കഴിയുമ്പോൾ പുതിയ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഒത്തിരി ഇതിന്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പല പ്രസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്
ഞാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിവേ, വിശദാംശങ്ങൾ നൽകുവാനായിട്ട് വന്ന ഹല്ലേലൂയ ന്യൂസിനോട് സംസാരിച്ച അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലബാർ ഡിസ്ട്രിക്റ്റിലെയും മലയാളം ഡിസ്ട്രിക്റ്റിലെയും സദേൺ ഡിസ്ട്രിക്റ്റിലെയും ഭാരവാഹികളെ, എക്സിക്യൂട്ടീവിലുള്ള എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രസ്ഥാനത്തെയും അനുഗ്രഹിക്കട്ടെ. ക്രമീകൃതമായ നിലയിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.